ഇറാനെ അമേരിക്ക തൊടില്ല എന്ന് പറഞ്ഞവർക്ക് മറുപടിയായി ഇന്നത് സംഭവിച്ചു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് 10 ദിവസം അമേരിക്കൻ ഇടപെടലില്ലാതിരുന്നതിന് നിരാശരായിരുന്ന ഇസ്രായേൽ ഇന്ന് ഏറ്റവും ഒടുവിൽ അത് സംഭവിക്കുന്നു. അമേരിക്കൻ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഇറാനിലെ ഫൊർദോയിലേക്കും നതാൻസിലേക്കും ഇസ്ഫഹാനിലേക്കും ബോംബുകൾ വർഷിച്ചു. 2 ആഴ്ച കാത്തിരിക്കണമെന്ന് പറഞ്ഞ ട്രംപ് പശ്ചിമേഷ്യ ഞെട്ടിച്ചുകൊണ്ട് ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് നേരെ ബോംബർ വിമാനങ്ങൾ അയച്ചു. ഫൊർദോ പോയി എന്ന നിലയിൽ ഒരു പോസ്റ്റും ട്രംപ് ഷെയർ ചെയ്തു. ശാശ്വതമായ നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇറാൻ ഇസ്രായേലിലെ ടെൽ അവീവും ജെറുസലേമും ആക്രമിച്ചു. ഇനി സമാധാനമാകാമെന്ന് പ്രഖ്യാപിച്ച ട്രംപിന്റെ വാക്കുകൾക്ക് ഇറാൻ വീണ് നൽകുമോ? പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ? റഷ്യയും ചൈനയും ഇറാനൊപ്പം ചേരുമോ? ശാക്തിക ചേരികൾ പക്ഷം പിടിക്കുമോ? ലോകം വീണ്ടും യുദ്ധഭീതിയിലോ? പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, ശ്രീ അരുൺ ലക്ഷ്മൺ, ശ്രീ നിർമ്മൽ എബ്രഹാം എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. ശ്രീജിത്ത്, ഇത് അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംശയങ്ങളേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കടന്ന കൈയിലേക്ക് അമേരിക്ക കടക്കുമോ എന്നുള്ളതായിരുന്നു ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. എന്താകാം അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്? അതിനുശേഷം ഇനി സമാധാനമാകാം എന്ന് പറയുന്ന ട്രംപിന്റെ വാക്കുകൾ എത്ര വിശ്വസിക്കണം? ശ്രീ രഞ്ജിത്ത്, ഒരുപക്ഷെ വളരെ റാപ്പിഡായിട്ട് ഒരു ആണവ ആയുധമുണ്ടാക്കുന്നതിലേക്ക് ഇറാൻ പ്രോഗ്രസ് ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എത്രയും പെട്ടെന്ന് ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുന്നതിന് വേണ്ടി അമേരിക്ക ശ്രമിച്ചതും അതുവഴി ഇസ്രായേലിനെ സഹായിക്കുകയും ചെയ്തത്. കാരണം നേരത്തെ തന്നെ അമേരിക്ക ഒരു വലിയ വാർണിംഗ് കൊടുത്തിരുന്നു. കംപ്ലീറ്റ് അൺകണ്ടീഷണൽ സറണ്ടർ ആണ് ഇറാനിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന്. തന്നെയുമല്ല, ഇത് ഇസ്രായേൽ ഉയർത്തുന്ന പല കാര്യങ്ങൾ, അതായത് ആ ഒരു മേഖലയുടെ സമാധാനത്തിന് വേണ്ടി ഇറാനെ അവരുടെ എല്ലാവിധ ആണവ പരിപാടികളും റദ്ദ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടുള്ള യോജിപ്പുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് അമേരിക്ക നടത്തുന്നു. ഒരു മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇല്ലാത്ത ഈ ഒരു വലിയ കേപ്പബിലിറ്റി, അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ബങ്കർ ബസ്റ്റർ മിസൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈ ഒരു കേന്ദ്രങ്ങളെല്ലാം തന്നെ നിരായുധമാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഒരുപക്ഷെ പെട്ടെന്നുണ്ടായിരിക്കുന്ന ഒരു റാപ്പിഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അവർ ചെയ്തിരുന്നതായിരിക്കാം. ഇന്നിപ്പോ ഞാൻ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലപ്പോഴും പല ഡിഫൻസ് അനലിസ്റ്റുകളും ഒക്കെ അവരുടെ ഒപ്പീനിയൻസ് എഴുതാറുണ്ട്. അതിൽ കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ മാക്സാർ പോലെയുള്ള പ്രൈവറ്റ് എൻറ്റിറ്റികൾ അവർ കൊടുത്തിരിക്കുന്ന ഹൈ റെസൊല്യൂഷൻ ഇമേജുകളിലെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫൊർദോയിലും മറ്റും വളരെ റാപ്പിഡായിട്ടുള്ള മൂവ്മെന്റുകൾ നടക്കുന്നു എന്നതാണ്. വലിയ ഹ്യൂജ് ട്രക്കുകൾ, മറ്റ് വാഹനങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ നിരന്തരമായി എത്തുകയുണ്ടായിരുന്നു. അവിടെ നേരത്തെ എത്രത്തോളം വാഹനങ്ങൾ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു അതിനേക്കാൾ പല മടങ്ങ് വാഹനങ്ങളുടെ ഒരു മൂവ്മെന്റ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അവിടെയുള്ള എൻറിച്ച്ഡ് യുറേനിയത്തിനെ അവർ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കടത്തുന്നതിന് വേണ്ടിയിട്ടോ അതല്ല എങ്കിൽ അവരുടെ ആണവായുധ നിർമ്മാണത്തിനെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കാം ഒരുപക്ഷെ അവരതിന് ശ്രമിച്ചത്. അമേരിക്ക വലിയ മൂവ്മെന്റ് പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്ററേനിയനിലാണെങ്കിലും അതല്ല ഒഫൻസീവിന് പോകാനാണെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ വാർഷിപ്പുകളെയൊക്കെ തന്നെ മൊബിലൈസ് ചെയ്യുകയും മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള പല എയർബേസുകളും എല്ലാം തന്നെ സജ്ജമാക്കുകയും ഒക്കെ ചെയ്യുകയും മറ്റുള്ള പല രാജ്യങ്ങളുടെയും എയർ സ്പേസ് ഉപയോഗിക്കുന്നതിനുള്ള അനുവാദമൊക്കെ വാങ്ങിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു സ്ട്രൈക്ക് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ ഇറാൻ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അവരുടെ ആണവായുധ നിർമ്മാണത്തിനെ ത്വരിതപ്പെടുത്താനാണ് ഒരുപക്ഷെ അവിടെ ശ്രമിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ അത് ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു താല്പര്യമായിരുന്നിരിക്കാം. ഇതിനെ ഫർദറായിട്ട് എസ്കലേറ്റ് ചെയ്തിട്ട് വലിയ രീതിയിലത്തേക്ക് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന്റെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ, പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം എടുത്തിരിക്കുന്ന പൊസിഷനെ അവർക്ക് ഒരു വിധത്തിലും ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കില്ല. കാരണം അന്താരാഷ്ട്ര രംഗത്ത് അത് വലിയ ആഘാതമാണ് അവരുടെ ഒരു ഇമേജിന് നൽകുക. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വാർണിംഗ്സ് തന്നെ അതിശക്തമായിട്ടുള്ള റിറ്റാലിയേറ്ററി മെഷേഴ്സ്, ഇറിപ്പയറബിൾ ആയിട്ടുള്ള ഡാമേജ് അമേരിക്കയ്ക്ക് അടക്കം അത് ഉണ്ടാക്കും എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ഇറാന് ചെയ്യാൻ കഴിയുക ഈ മേഖലയിലുള്ള, അതായത് മിഡിൽ ഈസ്റ്റേൺ മേഖലയിലുള്ള അമേരിക്കയുടെ എയർബേസുകളെ ആക്രമിക്കുക അല്ലെങ്കിൽ അവരുടെ സൈനിക ബേസുകളെ ആക്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഈ ഒരു പ്രശ്നത്തിനെ ഇറാന്റെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പർവ്യൂവിൽ നിന്ന് മാറ്റി അത് കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രീതിയിലത്തേക്കുള്ള സങ്കീർണമായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാറാനുള്ള US നേവിയുടെ 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനം ബഹറിനാണ്. നമുക്കറിയാം കുവൈറ്റിലും ഒന്നിലധികം US സൈനിക താവളങ്ങളുണ്ട്.
അങ്ങനെ ആ മേഖലയിലൊക്കെ ഇത്തരം അവിടെയൊക്കെ ജാഗ്രത, ബഹറിനിലൊക്കെ മനസ്സിലാകുന്ന 70% ആളുകളോടും വർക്ക് ഫ്രം ഹോം എന്നൊക്കെയുള്ള കാര്യത്തിൽ, കാരണം അവരും പേടിക്കുന്നുണ്ട് ഏത് നിമിഷവും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകും എന്ന കാര്യത്തിൽ. തൽക്കാലം ഇപ്പോഴത്തെ ഒരു ആരോഗ്യത്തിൽ ഇറാൻ അതിന് മുതിരുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാകുമല്ലോ. നിശ്ചയമായും. കാരണം അതങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഇറാന്റെ പ്രഹരശേഷി അല്ല അമേരിക്കയ്ക്കുള്ളത്. അപ്പോൾ അവിടെ ആ മേഖലയിൽ ഏതാണ്ട് 40,000 സോൾജേഴ്സ് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇന്നത്തെ കാലത്തെ വാർഫെയർ എന്ന് പറയുന്നത് കേവലം പേഴ്സണലിന്റെ നമ്പറിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. നിങ്ങളുടെ എക്യുപ്മെന്റ്, അതിന്റെ ടെക്നോളജി, അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും, ഒരു എക്യുപ്മെന്റിന് തന്നെ അല്ലെങ്കിൽ ഒരു ബോംബിന് തന്നെ എത്രത്തോളം വലിയ വ്യാപ്തിയിൽ ഡാമേജ് ഉണ്ടാക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ സൗഹൃദം, അവരുടെ പിന്തുണ, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ പ്രത്യക്ഷമായിട്ട് ഈ രാജ്യങ്ങൾ പറയുന്നില്ല എങ്കിൽ പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അവർക്ക് ഓരോന്നിനും ഓരോ രാജ്യത്തിനും പറയുന്നതിന് പല തരത്തിലുള്ള ന്യായങ്ങളുണ്ടാകും. സൗദി അറേബ്യയുടെ പൊസിഷൻ എന്താണെന്ന് നോക്കുക, ഇസ്രായേലുമായി നല്ല ബന്ധമുള്ള യുഎഇയുടെയും ബഹ്റിന്റെയും പൊസിഷൻ എന്താണെന്ന് നോക്കുക. കുവൈറ്റ് അമേരിക്കയുടെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളിവിടെ കണ്ടതാണ്, ജോർഡാന്റെ എയർ സ്പേസ് ഉപയോഗിക്കുന്ന സമയത്ത് ആ എയർ സ്പേസ് ബ്രീച്ച് ചെയ്യാനായിട്ട് ഇറാൻ അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ അവർ ആക്രമിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോർഡാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലത്തിൽ ഇറാന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെല്ലാം അതൊരു വെർബൽ പിന്തുണയായി മാറുകയും, നമ്മൾ ഈ പാവ്ലോവിയൻ റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത് പോലെ പുറമേക്ക് എന്തെങ്കിലും ഒന്ന് പറയുകയും പക്ഷേ രഹസ്യമായിട്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ അവരുടെ ട്രേഡിന്റെ താല്പര്യത്തിലാണെങ്കിലും ആ മേഖലയുടെ മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഇറാനെ അല്ല, മറിച്ച് അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക നേരിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിൽ അമേരിക്കയെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അമേരിക്കയോടുള്ള ബന്ധത്തിനെ വഷളാക്കിക്കൊണ്ട് ഇറാനോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ടോ ആ മേഖലയിലുള്ള രാജ്യങ്ങളൊന്നും തന്നെ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ എയർബേസിനെ ആക്രമിക്കാനായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ അതിനു വേണ്ടിയിട്ട് ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൂടുതൽ അവർക്ക് ആപൽക്കരമായി മാറാനുള്ള സാധ്യതയാണ്. കാരണം ഇപ്പോ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാരണം അവര് ഇറാനെ മറ്റു തരത്തിൽ ആക്രമിക്കുന്നില്ല, ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ അവർ ആക്രമിക്കുന്നില്ല. ആകെയുള്ളത് ഈ പറയുന്ന പ്രധാനപ്പെട്ട 3 ആണവോർജ കേന്ദ്രങ്ങൾ. ആ കേന്ദ്രങ്ങൾ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കാരണങ്ങളുണ്ട്. അവിടേക്ക് മാത്രമായിട്ടുള്ള പ്രിസിഷൻ അറ്റാക്കാണ് ഒരു പക്ഷേ അവരുടെ സൈനിക ശേഷി, അവരുടെ ആയുധ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് അവരതിനെ വ്യാപിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് കഴിഞ്ഞു, ഇനി ഞങ്ങൾ പറയുന്ന ടേംസിനനുസരിച്ച് വരണമെന്നുള്ള ഒരു പൊസിഷൻ പോലും അവർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ തിരിച്ച് ഒരു റിറ്റാലിയേറ്ററി മെഷറായിട്ട് അമേരിക്കയെ ആക്രമിക്കാനായിട്ട് അവർ ശ്രമിക്കുകയോ ഇസ്രായേലിനെ അതിശക്തമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും അമേരിക്കയെ പ്രൊവോക്ക് ചെയ്യുന്നതിന് തുല്യമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രോക്സികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പൊ ഹൂത്തികളെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയോ ഒക്കെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഇതുവരെ പരിചയമുള്ള ആ ഒരു യുദ്ധരീതി അല്ലെങ്കിൽ ഒരു ആക്രമണ രീതി എന്ന് പറയുന്നത് അമേരിക്കയ്ക്കെതിരെ ഒന്നും തന്നെ ഫലപ്രദമാകാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളും ആ മേഖലയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ അവർക്ക് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നിന്ന് കാര്യമായിട്ടുള്ള പിന്തുണ ഉണ്ടാകണമായിരുന്നു. അങ്ങനെയുള്ള ഒരു പിന്തുണ നമ്മളവിടെ ആ മേഖലയിൽ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ശരി, ശ്രീ ബൈജു തൊട്ടാല, ഈ ആണവ കേന്ദ്രങ്ങളായാലും അമേരിക്കയ്ക്ക് പറയാം ഞങ്ങൾ ആണവ കേന്ദ്രങ്ങളെ മാത്രമാണ് ആക്രമിച്ചത്. ഇപ്പോൾ ആണവ കേന്ദ്രങ്ങളായാൽ പോലും ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള ആക്രമണം ആ രാജ്യത്തിന് നേരെയുള്ള ആക്രമണമാണ്, സംശയമില്ല. ഇവിടെ അതിനുശേഷം ഇറാൻ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ട്രംപ് പറഞ്ഞു വെച്ചത് 2 ആഴ്ച കാത്തിരിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഉയർന്ന സംശയം, എന്തിനാണ് ഈ 2 ആഴ്ച എന്ന സമയപരിധി? ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ സമ്മർദ്ദം അമേരിക്ക മേലുണ്ടായിരുന്നു എന്ന് കരുതണം. ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോരാടുന്നത് എന്ന് പറഞ്ഞു എങ്കിൽ പോലും അമേരിക്ക ഇടപെടണമെന്ന കാര്യത്തിൽ. അപ്പോൾ ഈ 2 ആഴ്ച സമയപരിധി ട്രംപ് വെച്ചത് എന്തിന് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ഈ 10ാം ദിവസം ആക്രമണത്തിന് മുൻകൈയെടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ഈ ഒരു ആക്രമണം ഇത്രയും വേഗം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായും ഇതേ രീതിയിലുള്ള ഒരു ആക്രമണം ഇത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കില്ല. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ കാണേണ്ടത് നെതന്യാഹു എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ് ആണ് നമ്മളിവിടെ കാണേണ്ടത്. നെതന്യാഹു വാസ് ആക്ച്വലി ബുളീഡ് ട്രംപ് ഇൻടു ഇറ്റ്. അതായത് ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നെതന്യാഹുവിന് എന്താണ് ആവശ്യം? നെതന്യാഹുവിന് അവിടുത്തെ ന്യൂക്ലിയർ ഡിസാർമെന്റ് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ റെജീം ചേഞ്ചും ഉണ്ടാവും. ഇപ്പോ നമ്മൾ ഈ ട്രംപ് പറയുന്ന വേർഷൻ എടുക്കുകയാണ് എങ്കിൽ ട്രംപ് ന്യൂക്ലിയർ ഡിസാർമമെന്റിന് വേണ്ടിയാണോ ഇപ്പോൾ അറ്റാക്ക് ചെയ്തത്, അതോ റെജീം ചേഞ്ചിന് വേണ്ടിയാണ്? ഇപ്പോ ഈ ഓൾമോസ്റ്റ് എല്ലാ മീഡിയയും ഈ ആക്ഷൻ തെറ്റായി പോയി, ഇതിൽ അമേരിക്ക ഇതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഈവൻ UN സെക്രട്ടറി ജനറൽ റേസ്ഡ് ഹിസ് കൺസേൺ അബൌട്ട് US അറ്റാക്ക് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ കൺസേൺ അദ്ദേഹം ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞു.
അത് ഇപ്പം ബ്രിട്ടനിൽ ഈ ഡീഎസ്കലേഷനിലേക്ക് പോകണം, ഇതിങ്ങനെ കൊണ്ടുപോകരുത് എന്ന് എല്ലാ രാജ്യങ്ങളും പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് US-ന്റെയും ഇസ്രായേലിന്റെയും ഹെഗമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു അറ്റാക്കായി മാത്രമാണ് ഞാനിതിനെ കാണുന്നത്. ഇതിന്റെ നമ്മൾ ഇപ്പം ഇതിനെ കാണേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങി. ഇന്ന് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ ഇസ്താംബുളിൽ നടത്തിയ കോൺഫറൻസിൽ അയാൾ പറഞ്ഞ എന്താണ്? വി വേർ അറ്റ് നെഗോഷിയേഷൻ, ഞങ്ങൾ നെഗോഷിയേഷന്റെ ഇടയ്ക്കായിരുന്നു. അതായത് പ്രത്യക്ഷ യുദ്ധം ആഗ്രഹിക്കാതിരുന്ന അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് എത്തിക്കുക എന്ന തന്ത്രം അത് വളരെ വിജയകരമായി നെതന്യാഹു പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും അത് ഇതിൽ കാണേണ്ടത് മറ്റൊന്നുമല്ല, നെതന്യാഹു എന്നുള്ള കനൈവിംഗ് പൊളിറ്റീഷ്യൻ, ആ വേർഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കനൈവിംഗ് പൊളിറ്റീഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം മിഡിൽ ഈസ്റ്റ് അപ്രിങ്ങിനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കൃത്യമായി ഈ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് വളരെ ലോജിക്കലായ കാര്യമാണ്. വി വേർ അറ്റ് നെഗോഷിയേഷൻ and then we were about to have a meeting in Oman. And ഞങ്ങളെ ആ സമയത്ത് അറ്റാക്ക് ചെയ്തു. അതെന്തിനാണ് അറ്റാക്ക് ചെയ്തത്? ഓക്കെ, ന്യൂക്ലിയർ വയലേഷൻസ് ഇത് പറഞ്ഞെല്ലാം നമ്മൾ ഐ വുഡ് കൺസീഡ്. അത് പറയുമ്പോൾ തന്നെ നെഗോഷിയേഷൻ നടക്കുമ്പോൾ ആ നെഗോഷിയേഷന്റെ ഇടയ്ക്ക് വെച്ച് കയറി അറ്റാക്ക് ചെയ്യാണ്, ഔട്ട് ഓഫ് ദ ബ്ലൂവിൽ അറ്റാക്ക് ചെയ്യണം. അതെന്തിനായിരുന്നു അറ്റാക്ക് ചെയ്തത്? അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. ഈ നെതന്യാഹു അദ്ദേഹത്തിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ആണ്. അവിടെ അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ ആരാണ്ടേ കല്യാണം മാറ്റിവെക്കണ്ടായി വന്നു. നോക്കണം, ആളുകൾ ചത്തോണ്ടിരിക്കുകയാണ്, പിള്ളേരും കുഞ്ഞുങ്ങളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അദ്ദേഹം അതിനെ കമ്പയർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണോ കൊച്ചുമകന്റെ കല്യാണോ മാറ്റിവെച്ചതുമായിട്ടാണ്. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ടത് ബയലാറ്ററൽ എഗ്രിമെന്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഡിപ്ലോമസിയിലൂടെയാണ്. ഇപ്പോ ഇറാൻ പറയുന്നത് എന്താണ്? UN ചാർട്ടർ ഹാസ് ഗോൺ. ഇനി അവർക്ക് ഇതിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതിൽ ലീഡ് ചെയ്യേണ്ട അമേരിക്ക 2 weeks ടൈം ഉണ്ടെന്ന് പറയുകയും ഔട്ട് ഓഫ് ദ ബ്ലൂ ഓൺ ഇമ്മീഡിയറ്റ് റിട്ടാലിയേഷൻ ആണ്. അപ്പോ ആ ഇമ്മീഡിയറ്റ് റിട്ടാലിയേഷനിൽ ഈ ഏത് ഭാഗത്തോട്ടാണ് ലോകരാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്നത് നോക്കണം. ഒരു വെസ്റ്റേൺ കൺട്രിയും ട്രംപിന്, ഞാൻ ഇപ്പൊ രണ്ട് പേരിൽ നിന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ ഈ ട്രംപിന് അതിൻ്റെതായ കാരണമുണ്ട്. ഒന്ന് ശ്രീജിത്ത് പണിക്കരും ഒന്ന് നെതന്യാഹുവാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നത്. അതായത് ട്രംപിന് അതിനുള്ള അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കാണും, ആ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തതെന്ന് ഞാൻ ഇന്നലെ ഈ അറ്റാക്ക് നടക്കുമ്പോൾ TV കാണുകയാണ്. ഏതാണ്ട് ഈ വെസ്റ്റേൺ മീഡിയ മുഴുവൻ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമായാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കൃത്യമായി ഈ പ്രശ്നം ഇങ്ങനെയായിരുന്നു അഡ്രസ് ചെയ്യേണ്ടത്. നെഗോഷിയേഷൻ നടക്കുന്നു. ബ്രിട്ടൻ ഇവിടുന്ന് ഡേവിഡ് ലാമി പ്രൈം മിനിസ്റ്റർ ഇവരൊക്കെ പോയി ട്രംപിനോട് പറയുന്നു നമുക്ക് ഇപ്പൊ അടിക്കാൻ പോകരുത്, ഇത് നമുക്ക് നെഗോഷിയേഷനിൽ തീർക്കാം. പിന്നെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ അമേരിക്കയെ പ്രീതിപ്പെടുത്തി നിൽക്കുകയാണ് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അത് എത്ര കണ്ട് സത്യമുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. 2, ഈ ഫോറിൻ പ്രൈം മിനിസ്റ്റർ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് ഇപ്പൊ അയാള് ട്രംപിനെ പുടിനെ കാണാൻ പോവുകയാണ്. ഇത് എങ്ങോട്ടാണ് ഈ സംഭവം എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നാളെ അവർ തമ്മിൽ മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ചൈന റഷ്യക്ക് ഇടപെടാനുള്ള ആരോഗ്യമൊന്നുമില്ല സാർ. തൽക്കാലം റഷ്യക്ക് ഇടപെടാനുള്ള ആരോഗ്യമൊന്നുമില്ല. അവർ മറ്റൊരു യുദ്ധത്തിന് നിഴലിലാണ്. താങ്കൾ പറഞ്ഞതിന് ശ്രീജിത്തിന്റെ ഒരു മറുപടി കൂടി കേട്ട് താങ്കളിലേക്ക് വരാം. ശ്രീജിത്തിന്റെ ഒരു മറുപടി കേൾക്കണം. കാരണം ശ്രീജിത്ത് യഥാർത്ഥത്തിൽ നെതന്യാഹു വലിച്ചിഴക്കിയായിരുന്നു US-നെ ട്രംപിന്റെ യുദ്ധത്തിലേക്ക്. 2 ആഴ്ച സമയം വേണമെന്നും ഇതിനിടയിൽ നെഗോസിയേഷനിലൂടെ കാര്യങ്ങൾ അവസാനിക്കുമെന്നും വിചാരിച്ചിരുന്ന ട്രംപ് മറ്റു പല ലോകയുദ്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്ത ട്രംപിന് ഇത്തരമൊരു നിലപാടിലേക്ക് പെട്ടെന്ന് മാറാൻ കാരണം നെതന്യാഹുവിൻ്റെ നേരത്തെ ഒന്നാം തരം മാനിപ്പുലേറ്റർ എന്ന് ശ്രീ ബൈജു തിട്ടാല വിശേഷിപ്പിച്ച രീതി തന്നെയാണോ? യുക്രൈനിയൻ എന്തുകൊണ്ടാണ് ബൈജു തിട്ടാല തിരിച്ചു വരാം, ദയവായി തുടരുക. ശ്രീജിത്ത് പണിക്കർ. അല്ല, നോക്കൂ, ഈ ഇറാന്റെ മിനിസ്റ്റർ അരാഗ്ചി എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് വി വെയർ റെഡി ടു കൺസിഡർ ഡിപ്ലോമസി വൺസ് ദി അഗ്രഷൻ സ്റ്റോപ്സ് എന്നാണ്. എന്ന് വെച്ചാൽ ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. വി വെയർ റെഡി ടു കൺസിഡർ ഡിപ്ലോമസി എന്നാണ്. ഞങ്ങൾ അതിന് വില്ലിംഗ് ആയിരുന്നു എന്നാണ്. അതല്ലാതെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡയറക്റ്റ് ഡിസ്കഷന് വേണ്ടിയിട്ട് അവർ പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. 2, 2018 അമേരിക്ക നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറിൽ നിന്ന് അവർ മാത്രം പിന്മാറിയതിനു ശേഷം
കഴിഞ്ഞ 7 വർഷമായിട്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഒരു സിംഗിൾ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പോലും ഇറാൻ അവരുടെ ഫെസിലിറ്റികളെ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ ശ്രീ ബൈജു മനസ്സിലാക്കേണ്ടത്, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഭാഗമായിരിക്കുന്ന അവരുടെ ടേംസിനോട് എഗ്രി ചെയ്യുന്ന ഒരു രാജ്യം, ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടിരിക്കുന്ന ഒരു രാജ്യം, അതുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് നിരന്തരമായിട്ട് IAEA ഇതുമായി ബന്ധപ്പെട്ട് ഇറാനോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ഏതൊക്കെ ന്യൂക്ലിയർ സൈറ്റുകളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചിട്ട് ഒരു റെവലേഷന് വേണ്ടിയിട്ട് പോലും അവർ തയ്യാറാകുന്നില്ല. ആൾക്കാർക്ക് ആകെ അറിയാവുന്നത് ഈ നതാൻസ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഇതുണ്ട് എന്നുള്ളതാണ്. ഈ ഫോർദോയെ പറ്റി അവർ ഏത് സമയത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇതെല്ലാം റിവ്യൂ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി ഇവര് പൂർണ്ണമായിട്ടും ഇതിനകത്തിൽ നോൺ കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ IAEAയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഈ ജൂൺ മാസം 12-ാം തീയതി അവരുടെ മീറ്റിംഗിൽ അവർ തീരുമാനിക്കുന്നു. അത് വോട്ടെടുപ്പിലേക്ക് പോകുന്നു. 35 ബോർഡ് ഗവർണർമാരുള്ളതിൽ 19 പേരും അവർക്ക് ഒപ്പം അവരുടെ ആ റെസൊല്യൂഷൻ ഒപ്പം നിൽക്കുന്നു. വെറും 3 രാജ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇറാനോടൊപ്പം നിന്നിരിക്കുന്നത്. അതിലൊന്ന് റഷ്യയും, മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ചൈനയും, പിന്നെ ബുർക്കിന ഫാസോ എന്ന രാജ്യവുമാണ്. ഈ 3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരൊറ്റ രാജ്യവും ഇവരോടൊപ്പം നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ താങ്കൾ മനസ്സിലാക്കേണ്ടത്, നെതന്യാഹുവും ശ്രീജിത്ത് പണിക്കരും പറയുന്നത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, ഇറാൻ അവര് ഒരു കണ്ടീഷനിൽ ഒപ്പിടുന്നു, ആ എഗ്രിമെന്റ് അനുസരിച്ചിട്ട് അവർ മുന്നോട്ട് പോകുന്നു, എന്നിട്ട് അവർ ഏകപക്ഷീയമായിട്ട് ആ എഗ്രിമെന്റിൽ നിൽക്കെ തന്നെ അതിൽ നിന്ന് പിന്മാറുക പോലും ചെയ്യാതെ അതിന്റെ കണ്ടീഷൻസിനെ ഒന്നാകെ അവർ വയലേറ്റ് ചെയ്യുന്നു. വയലേറ്റ് ചെയ്തതിനു ശേഷം ഡിക്ലെയർ ചെയ്യാത്ത പല സ്ഥലങ്ങളിലും അവര് അവരുടെ ആണവോർജ്ജം വർദ്ധിപ്പിക്കുന്നു. അത് പ്രത്യേകിച്ച് ഏതാനും മാസങ്ങൾ കൊണ്ട് 2% എൻറിച്ച്മെന്റ് ഉണ്ടായിരുന്ന യുറേനിയം 60% മുകളിലേക്ക് കൊണ്ടുവരികയും വെപ്പൺ ഗ്രേഡ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അവർ ഏതാനും മാസങ്ങൾക്കപ്പുറം മാത്രമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാകുന്നു. ഫോർദോ പോലെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഒരു ഡിക്ലറേഷൻ പോലും, ഫോർദോയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട് എന്നുള്ള ഡിക്ലറേഷൻ പോലും അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഈ ജൂൺ 12-ാം തീയതി ഇവരെ നോൺ കംപ്ലൈന്റ് ആണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ്. അപ്പൊ ഇന്നേ വരെ അയ്യോ ഞങ്ങൾ ആരും കണ്ടില്ലേ, അറിഞ്ഞില്ലേ, ഞങ്ങൾ ഇള്ളാവാവകളാണ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇൻസ്പെക്ഷൻ വേണമായിരുന്നു, ഇസ്രയേൽ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന 2 പേർ, ഒന്ന് ആയത്തുള്ള ഖുമൈനിയും 2 ബൈജു തെട്ടാലയുമായിരിക്കും. അതല്ല എങ്കിൽ ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് ലോകരാജ്യങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് അവിടെ നടന്നിരുന്നതെന്നാണ്. ഇനി അതിൽ തന്നെ പ്രശ്നമുള്ളത്, ഈ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഊർജ്ജ ഉൽപാദനത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. അതിനെ ഡിക്ലെയർ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യ NPTയിൽ അംഗമല്ല, ഇസ്രയേൽ NPTയിൽ അംഗമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ സിവിലിയൻ ആവശ്യത്തിനുള്ള ന്യൂക്ലിയർ റിയാക്ടറുകളും മറ്റും എല്ലാം നമ്മൾ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റേത് നമ്മുടെ നാഷണൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യും, നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യും, നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യും. പക്ഷെ അതിനുശേഷം നമ്മളത് ഉപയോഗിക്കാറില്ല. 1970-കളിൽ ഈ കപ്പാസിറ്റി അച്ചീവ് ചെയ്തിരിക്കുന്ന ഇന്ത്യ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് അതേ പീരീഡിൽ 60-70-കളിലൊക്കെ ഉണ്ടായിരുന്ന ഇസ്രായേൽ, ഈ 2 രാജ്യങ്ങളും കഴിഞ്ഞ 50 വർഷത്തിന് മുകളിലായിട്ട് റെസ്പോൺസിബിൾ ന്യൂക്ലിയർ രാജ്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഇറാന്റെ വ്യത്യാസം എന്താണെന്ന് ശ്രീ ബൈജു മനസ്സിലാക്കേണ്ടത്, ഇറാന്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പറഞ്ഞാൽ ഡെത്ത് ടു അമേരിക്ക എന്നാണ്. അമേരിക്ക എന്നൊരു രാജ്യം ഈ ഭൂലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇറ്റ് ഈസ് എ സാറ്റൻ സ്റ്റേറ്റ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു രാജ്യമില്ല. ഇപ്പൊ ഈ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള പാകിസ്ഥാൻ പോലും ഇന്ത്യ ഇന്നേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് പറയുന്നതല്ല, ഇവര് പ്രോക്സി വാറുകൾ നടത്തുകയും ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട് HHH, ഹൂത്തി, ഹമാസ്, ഹെസ്ബുള്ള ഇവർക്ക് എല്ലാവിധ അഡ്വൈസറി നൽകുകയും ആയുധങ്ങൾ നൽകുകയും പണം നൽകുകയും ചെയ്യുകയും ഈ രാജ്യം ഇസ്രായേൽ ഇവിടെ ഭൂലോകത്ത് ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് അണുവായുധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ആണെന്ന് പറയുന്നത് അത് വിശ്വസിക്കാതെ നമ്മൾ ഇള്ളാവാവകളോ പാൽക്കുപ്പികളോ ആയി മാറുന്നതിൽ കാര്യമില്ല. കാരണം ആ രാജ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാക്ട്. ശരി, ആ ഫാക്ട് ആണ്, അതൊരു റിയാലിറ്റിയാണ്. വേക്ക് അപ്പ് ടു ഇറ്റ്, സ്മെൽ ദ കോഫി, അത്രേ പറയാനുള്ളൂ. ശരി, വൈദ്യുതിക്ക് മറുപടി ഉണ്ട്. അതിനു മുമ്പ് ശ്രീ അരുൺ ലക്ഷ്മൺ, ഇവിടെ നമുക്കറിയാം ഈ അമേരിക്കയുടെ സഹായമില്ലാതെ, US-ന്റെ സഹായമില്ലാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ കാര്യമായ കേടുപാടുണ്ടാക്കാനാവില്ല എന്ന് ഇസ്രായേൽ തീർച്ചയാണ്. ഭൂഗർഭ ആണവ കേന്ദ്രമായ ഫോർദോ ഉൾപ്പെടെയുള്ള ആക്രമിക്കാൻ ഇന്ന് പ്രയോഗിച്ച ആയുധങ്ങൾ പോലെ B-2 സ്റ്റെൽത്ത് മിസൈലുകളോ വിമാനങ്ങളോ ഇല്ലാത്ത രാജ്യം ഇസ്രായേലിന് വലിയ വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. ഫോർദോ തകർക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിലൊന്നും കാര്യമായ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല, അതിന് മുൻപ് തന്നെ കാര്യങ്ങൾ മാറ്റി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്ത് വിശ്വസിക്കണം? അമേരിക്ക ഈ ഇസ്രായേലിൻ്റെ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു ആക്രമണം നടത്തി മടങ്ങിയെന്നല്ലാതെ മറ്റെന്തെങ്കിലും അവരുടെ ലക്ഷ്യം സാധിച്ചതിന് ശേഷമായിരിക്കുമോ മടങ്ങിയത്? അല്ല, ഇന്നലെ അമേരിക്ക GBU-57 ആണ് ഉപയോഗിച്ചത്. മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്ററാണ്. അതിൽ ഒരു
ഫോർഡോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർഡോയിൽ അടിക്കണമെങ്കിൽ ഇസ്രായേലിന് അമേരിക്കൻ ബങ്കർ ബ്ലാസ്റ്ററിന് ഉപയോഗിക്കേണ്ടി വരും. ആ സാധനം തന്നെയാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഡാമേജ് ഉണ്ടാവും. കൊളാറ്ററൽ ഡാമേജ് എന്താണെന്ന് ഇതുവരെ IAEA പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇറാനിയൻ ആറ്റമിക് ഏജൻസിയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസിൻ്റെ ഒരു എന്താ പറയുക അവാർഡ് ഇത് തന്നെ പീസ് ത്രൂ സ്ട്രെങ്ത് ആണ്. അത് ട്രംപ് ഇവിടെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇസ്രായേൽ അതിൻ്റെ എന്താ പറയുക ഈ ഇസ്രായേൽ 2004 ഒക്ടോബർ 2024 തന്നെ ഇസ്രായേലിൻ്റെ ടെഹ്റാൻ അല്ലെങ്കിൽ ഇറാനിയൻ എയർ സ്പേസിൽ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാൻ്റെ ഡിഫൻസ് അല്ലെങ്കിൽ ഇറാൻ്റെ ഏരിയൽ ഡിഫൻസ് എത്രമാത്രം സ്ട്രോങ് ആണ് എന്ന്. അതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ ജൂൺ 13 മാസീവായിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു അതൊരു എന്താ പറയുക ടു ക്ലിയർ ദി എയർ സ്ട്രെങ്ത്. അതിന് ശേഷമാണ് ഈ കുവം മലനിരകളിലുള്ള അല്ലെങ്കിൽ നോർത്തേൺ ഇറാനിലുള്ള ഈ ഫോർദോ പ്ലാന്റിലേക്ക് അമേരിക്കൻ സ്റ്റീൽത്ത് ബോംബേഴ്സ് വന്ന് ഇന്നലെ രാത്രി ചെയ്തത്. അതിനുശേഷം ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പീസ് ത്രൂ സ്ട്രെങ്ത്. അത് റിപ്പബ്ലിക്കൻസിൻ്റെ ഒരു മോട്ടോ ആണ്, അവർ പറയുന്നതാണ്. ഇന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ പറഞ്ഞിട്ടുണ്ടല്ലോ ടു എലിവേറ്റ് ദ ന്യൂക്ലിയർ ത്രെറ്റ് ഓഫ് ഇറാൻ. അതായിരുന്നു ഇന്ന് ട്രംപ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഇതിന് സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ നാളെ ഒരു പ്രൈം സാധനമാണ് ശ്രീ ബൈജു പറഞ്ഞതുപോലെ ഈ എന്താ പറയുക മോസ്കോയിലേക്ക് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി എന്നത് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം അവിടെ നാളെ പോകുന്നുണ്ട്, പുടിനെ കാണുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അതൊക്കെ ഈ വാറിലേക്ക് മുമ്പോട്ട് പോകുമോ എന്നല്ല. ട്രംപ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ ഞങ്ങളുടെ ഒരു ദൗത്യം കഴിഞ്ഞു, നൗ നെഗോഷിയേഷൻ ടേബിൾ. ഇറാന് 3 പോസിബിലിറ്റീസാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, ഇത് കിട്ടി മിണ്ടാതെ നിൽക്കുക. രണ്ടാമത്, ഇറാനിന് അമേരിക്കൻ ബേസസ് ഒരു 20 ബേസസ് ഈ മെഡിറ്ററേനിയൻ ഈ സറൗണ്ടിങ്സ് മിഡിൽ ഈസ്റ്റേൺ സറൗണ്ടിങ്സിലുണ്ട്, അതിനെ അറ്റാക്ക് ചെയ്യാം. അല്ലെങ്കിൽ മൂന്നാമത് കുറേ കൂടെ കഴിഞ്ഞ് ഒരു എന്താ പറയുക അപ്രോപ്രിയേറ്റ് ടൈമിൽ അറ്റാക്ക് ചെയ്യാം. ഈ 3 ഓപ്ഷൻസ് ഇപ്പോൾ ഇറാൻ്റെ മേലുള്ളൂ. നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരാൻ സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. പക്ഷേ ഇസ്രായേലിനെ ആക്രമിച്ചു, ഇന്നിപ്പോൾ വലിയ സ്ഫോടനങ്ങൾ സംഭവിച്ചു. ഇന്നും അവരുടെ മുന്നറിയിപ്പുകളുണ്ട് അമേരിക്കയ്ക്ക് ശാശ്വതമായ നഷ്ടം നിങ്ങൾക്കുണ്ടാക്കുമെന്ന തരത്തിൽ. വളരെ പെട്ടെന്ന് നിശബ്ദരാകാൻ ഇറാന് സാധിക്കുമോ? അമേരിക്ക സമാധാനം വേണമെന്ന് പറഞ്ഞാലും അല്ല, അമേരിക്ക സമാധാനം പറഞ്ഞാൽ ഇറാൻ എന്താ പറയുക സമാധാനത്തിന് പോകണമെന്നൊന്നുമില്ല. പക്ഷേ ഇറാനിന് കുറച്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, വേൾഡിന് അറിയാത്ത ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അത് അവരെങ്ങനെ ഉപയോഗിക്കും? അതായത് പറഞ്ഞു 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നിക്കൽ ഫസ്റ്റ് ഓപ്ഷൻ ഇത് തൽക്കാലം മിണ്ടാതെ നിൽക്കുക, യാതൊരു വിധത്തിലുള്ള ഇതിലും പോകാതെ നേരെ നെഗോഷിയേഷൻ ടേബിളിൽ വരിക. സെക്കൻഡ് ഓപ്ഷൻ ഇപ്പം തന്നെ ഒരു റിപ്ലൈ കൊടുക്കുക. അമേരിക്കൻ ബേസസ് ഈ മിഡിൽ ഈസ്റ്റിലുള്ള മേ ബി ബഹ്റൈനിൽ ബേസുണ്ട്, അമേരിക്കൻ്റെ നേവൽ അലൈൻമെൻറ്റ് ബഹ്റൈനിലുണ്ട്, കുവൈറ്റിലുണ്ട്, അതുപോലെ തന്നെ സൗദിയിലുണ്ട്. നോക്കൂ, ഇറാനിൽ ഒഴിച്ച് ബാക്കി എനിക്ക് എല്ലാ മേഖലകളിലും അവർക്ക് ബേസസ് ഉണ്ട്. പക്ഷേ അവിടെ എവിടെയെങ്കിലും ഒന്ന് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്റ്റെൻഡ് അതിൻ്റെ വ്യാപ്തി വല്ലാതെ മാറും. തീർച്ചയായിട്ടും മാറും. പക്ഷേ തൽക്കാലം ഇപ്പോൾ ഇറാൻ്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഇറാൻ്റെ ഓപ്ഷൻസ് ഇത് 3 ഒന്ന് ഈ നെഗോഷിയേഷൻ ടേബിളിൽ വരും. രണ്ടാമത് ഈ അവരുപയോഗിക്കുന്ന മിസൈൽസ് ഉപയോഗിച്ച് ഈ ബേസസിൽ അറ്റാക്ക് ചെയ്യുക. മൂന്നാമത് ഒരു അപ്രോപ്രിയേറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അറ്റാക്ക് ചെയ്യുക. ഇതായിരിക്കാം. പക്ഷേ വേൾഡിൻ്റെ പ്രഷർ കൃത്യമായിട്ട് വരും. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ റഷ്യ അത്ര ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റത്തിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടക്കുക എന്ന് പറഞ്ഞാൽ അത് ചൈനീസ് മൂവ്മെൻറ്റിനെയും ഓയിൽ മൂവ്മെൻറ്റിനെയും ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സാധനത്തിന് ഇന്ന് പക്ഷേ ടെഹ്റാൻ പാർലമെൻറ്റ് ഇത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടക്കണം എന്ന് ഞാൻ വേണ്ടി വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇനി റാറ്റിഫൈ ചെയ്യണം. ഇറാൻ്റെ സുപ്രീം നാഷണൽ കൗൺസിൽ ഓഫ് സെക്യൂരിറ്റി അത് റാറ്റിഫൈ ചെയ്ത് അതിനുശേഷം സുപ്രീം ലീഡറിൻ്റെ ഓഫീസ് റാറ്റിഫൈ ചെയ്ത് അങ്ങനെയൊക്കെ ആയാലും അത് ചെയ്യുള്ളൂ. പക്ഷേ തൽക്കാലം ടെഹ്റാൻ പാർലമെൻറ്റ് ഇത് പാസ്സാക്കിയിട്ടുണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടക്കണം. അത് പക്ഷേ ഇപ്പം ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു 74 ഡേയ്സുള്ള ഓയിൽ റിസർവ്സ് നമ്മുടെ ഒരു ഇതിലുള്ളൂ. ഇപ്പം ഒരു വാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ്കലേഷൻ ഓഫ് ഓയിൽ പ്രൈസസ് വരും, സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനൊക്കെ വരും. ആൻഡ് വേൾഡ് ഒരിക്കലും ഒരു വാറിന് ഒരു സപ്പോർട്ടീവ് ആവാൻ പാടില്ല. പക്ഷേ ഇറാൻ ഈ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഫോർദോ എന്നുള്ള പ്ലാന്റ് ഇസ്രായേലിൽ നേരത്തെ തന്നെ കൃത്യമായ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു. 55,000 ഡോക്യുമെൻറ്റ്സ് ഇസ്രായേൽ അവിടെ നിന്ന് എടുത്ത് ആ ഡോക്യുമെൻറ്റ്സ് ഇൻ്റർനാഷണൽ ഏജൻസീസിന് മുമ്പിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റ് IAEA കണക്ക് പ്രകാരം തന്നെ 83.7% അത് എൻറിച്ച്ഡ് ആയി കഴിഞ്ഞു. U-235 ഇറാനിയൻ 235 ആണ് ന്യൂക്ലിയർ ബോംബ്. അതാവാൻ വേണ്ടി 90% ആയാലും മതി. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് എന്തോ ഒരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ട്രക്ക് മൂവ്മെൻറ്റ്, ഇതൊക്കെ സാറ്റലൈറ്റ് ഇമേജസ് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഗൂഗിളിൽ കൃത്യമായി നോക്കി കാണാൻ പറ്റും. സാറ്റലൈറ്റ് ഇമേജസിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കാണുന്നുണ്ട് കൃത്യമായിട്ട്. ഈ മൂവ്മെൻറ്റ്സ് ഒരു അൺപ്രസിഡന്റഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇപ്പോൾ IAEA ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ സമയം എടുക്കുമല്ലോ. എന്താ റേഡിയേഷൻ ഉണ്ടായിട്ടുള്ളത്, റേഡിയേഷൻ മുകളിലോട്ട് റേഡിയേഷൻ ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് കോൺക്രീറ്റ് ഒരു എന്താ പറയുക 60 ഫീറ്റോളം താഴത്തെ
കോൺക്രീറ്റ് ആണെങ്കിൽ പോകുമല്ലോ MOP, അപ്പോൾ പെനട്രേറ്റ് ഉണ്ടാവും. ചിലപ്പം അത് സെൻട്രിഫ്യൂഗിൽ നശിപ്പിക്കുന്നത് വരെയുള്ള സ്ഥലത്ത് എത്തിയതാകാം. പക്ഷെ എന്ത് തന്നെയായാലും ഇത് ഒരു കുറേ വർഷങ്ങൾക്കെങ്കിലും ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പിന്നാക്കം വലിക്കും, അത് ഷുവറാണ്. തീർച്ചയായും. നിർമ്മൽ, എന്താണ് താങ്കൾ കാണുന്ന ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്? കാരണം അമേരിക്ക ഇനിയും ഞങ്ങളുടെ ലക്ഷ്യം സാധിച്ചു എന്ന് പറയുന്നു, വിജയകരമായി ഞങ്ങളുടെ വിമാനങ്ങൾ തിരിച്ചെത്തി എന്ന് അവകാശം ഉന്നയിക്കുന്നു. ഫോർദോ തകർത്തു എന്ന് ഉള്ള ട്രംപിൻ്റെ ട്വീറ്റൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നീട് പിൻവലിച്ചതാണ് എന്നൊക്കെയാണ് അൽ ജസീറ മറ്റും റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ പറയുന്നു കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, തങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. ഇനിയും അമേരിക്ക തങ്ങളുടെ ലക്ഷ്യം സാധിച്ച് പിന്മാറിയെന്ന് പറയുമ്പോൾ ഇനിയും അവർ ആക്രമണത്തിന് മുതിരില്ല എന്ന് കരുതണോ? ഇറാൻ്റെ ഇപ്പോഴത്തെ തൽക്കാലത്തെ ഒരു സൈലൻസ് അത് ദീർഘകാലം നീണ്ടു നിൽക്കണമെന്ന് കരുതണോ? ഇല്ല, അമേരിക്ക ഒരുപക്ഷെ തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. കാരണം ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞൊരു 14 ദിവസം കൊണ്ട് തന്നെ ഖത്തറിൽ നിന്നൊക്കെ എയർബേസിൽ 40ഓളം എയർക്രാഫ്റ്റുകൾ അമേരിക്ക മാറ്റിക്കഴിഞ്ഞു. സിറിയയിലുള്ള 2 യൂണിറ്റ്സ് ഒന്നും മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അൺഫോർച്ചുനേറ്റ്ലി ഇറാന്റെ അവസാനമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഇപ്പോൾ നിൽക്കുന്ന, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വീക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അവരുടെ യൂഷ്വലി സഹായത്തിന് എത്തുന്നത് നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ HHH, അതിൻ്റെ അകത്ത് ഹെസ്ബുള്ള അത്യാവശ്യം കഴിഞ്ഞ 1.5 വർഷത്തെ യുദ്ധത്തിലൂടെ അത്യാവശ്യം വീക്ക് ആയിട്ടുണ്ട്. ഹമാസ് ഓൾമോസ്റ്റ് ഇല്ലാതായിട്ടുണ്ട്. പിന്നെ പോയിട്ട് ഹൂത്തികൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു രാജ്യവും മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളോ ഒന്നും തന്നെ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. സോ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ബേസുകൾ, നേരത്തെ പറഞ്ഞ ഇറാൻ ഒഴിച്ചുള്ള ഏകദേശം 20ഓളം ബേസുകൾ അവിടെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും അറ്റാക്ക് വന്നാൽ, അവരുടെ ട്രൂപ്പുകളെ ബാധിച്ചാൽ, അവരുടെ അസറ്റ്സിനെ ബാധിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്ക ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തിന് ഇസ്രായേൽ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു യുദ്ധം അമേരിക്ക തുടങ്ങിയത്, ഇസ്രായേൽ തുടങ്ങിയതും പറഞ്ഞത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പരിപാടി നിർത്തുക, അവസാനിപ്പിക്കുക എന്നാണ്. അതായിരുന്നു അഗ്രിമെന്റിൽ ഇവർക്കൊരു പാളിച്ച വന്നത്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ ഫോർഡോയിൽ അടക്കം എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്, തകർത്ത് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പിന്മാറാം. പക്ഷെ പിന്മാറാതെ മുന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതാക്കാനും ഒരുപക്ഷെ റെജീം ചേഞ്ചിനും, പക്ഷെ അതൊരു അൺലൈക്ലി പോസിബിലിറ്റിയാണ്. കാരണം റെജീം ചേഞ്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനായിരിക്കും ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇറാന്റെ അൺഫോർച്ചുനേറ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യം, പ്രത്യേകിച്ച് ഈ സുന്നി ഷിയ സ്പ്ലിറ്റ് ഉള്ളത് കൊണ്ടും മറ്റ് രാജ്യങ്ങൾ, ഇപ്പം സൗദി അറേബ്യയിലും ബഹ്റിനിലും ഒക്കെ അവർ പണ്ട് ഷിയ സുന്നി സ്പ്ലിറ്റ് ഇന്റേണലി ഉണ്ടാക്കാൻ നോക്കി. കാരണം ബഹ്റിനൊക്കെ ഷിയ മെജോറിറ്റി കൺട്രി ആണെങ്കിലും സുന്നി റൂളേഴ്സ് ആണ് അവിടെ. സോ അങ്ങനെയൊക്കെ ശ്രമിച്ച സ്ഥിതിക്ക് ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യം അവരുടെ സഹായത്തിന് എത്തുമെന്ന് തോന്നുന്നില്ല. സോ ഇപ്പോൾ ഇറാൻ ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷിയേഷൻ ടേബിളിലോട്ട് തിരിച്ചു പോവുക. ഇപ്പൊ ഇവര് പറയുന്ന അനുസരിച്ചാണ് യാതൊന്നും ബാക്കിയില്ല. പിന്നെ നേരത്തെ ശ്രീ ബൈജു തെറ്റ്ല പറഞ്ഞതിനോട് ചെറിയ എതിർപ്പ് എനിക്കുള്ളത്, 1.5-2 മാസത്തോളമായി നെഗോഷിയേഷൻ പോകുന്നു. അതിൻ്റെ അത് പലതവണ സ്റ്റോൾ ചെയ്തത് ഇറാനാണ്. പലതവണയും ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് മാറി നിന്നത് ഇറാനാണ്. അന്ന് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഇതിനൊരു ഉത്തരം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നേരത്തെ ശ്രീജിത്ത് പണിക്കരും ചൂണ്ടിക്കാട്ടി. കാരണം ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ പോലെ അല്ല. അവരുടെ റൈവലറി എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. അത് പബ്ലിക് സ്പീച്ചുകളിലും റാലികളിലും മറ്റും വിളിച്ചു പറയുന്ന കാര്യമാണ്. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ദി ജ്യൂസ്, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് വിളിച്ചു പറയുന്ന ഒരു സ്ലോഗനാണ്. അത് പബ്ലിക്ലി അവർ വിളിച്ചു പറയുന്നു. അങ്ങനെ ഒരു രാജ്യം, അതേപോലെ ഈ ഹൂത്തികളെയും ഹെസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദിനെയും ഷിയ മിലീഷ്യാസിനൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന രാജ്യം, അങ്ങനെയുള്ള രാജ്യത്തിന്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും എന്നുള്ളൊരു അൺസർട്ടനിറ്റി ആണ്. സോ അതുകൊണ്ട് ഇവിടെ ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല, യുദ്ധം മുന്നോട്ട് പോകണമെന്നല്ല പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഐഡിയൽ സിറ്റുവേഷൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം മുട്ടുമടക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇറാന്റെ ഇതുവരെയുള്ള ആക്ഷൻസ് വെച്ച് നോക്കിയിട്ട് അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു സിനാരിയോ, അങ്ങനെ ഒരു സിനാരിയോ ആണ് പീസ്ഫുൾ ആയിട്ടൊരു നെഗോഷിയേഷനിലോട്ട് പോകണമെങ്കിൽ അത് ഈ 2 ദിവസങ്ങളിൽ സംഭവിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നീണ്ടുപോകും. ഈ നിർമ്മല നേരത്തെ ബൈജു പറഞ്ഞ ബൈജു തെറ്റാല അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ US-മായുള്ള ചില ആണവ ചർച്ചകൾ അത് ആരംഭിച്ചിരുന്നു ഇറാൻ്റെ ഭാഗത്ത് നിന്ന്. അതൊരു കോംപ്രമൈസിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരിക്കലും ഇസ്രായേൽ ആഗ്രഹിക്കാത്ത തരത്തിലായിരിക്കാം. സാങ്ഷൻസ് ഒക്കെ നീക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും അവർ തമ്മിൽ ധാരണയിലെത്തുക എന്ന് പറഞ്ഞ് ഇസ്രായേൽ താല്പര്യപ്പെട്ടിരുന്നില്ല. ഇത് ഈ ആക്രമണം ആരംഭിച്ചത് ആരുടെ താല്പര്യത്തിലാണ് എന്നത് ഇപ്പോഴും ഒരു ചർച്ചയായി നിൽക്കുകയാണ്. അമേരിക്കയുടെ പിന്തുണ ആദ്യം മുതലേ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായും അങ്ങനെയാണോ? ഈ ചർച്ചകൾ അതിൻ്റെ വിജയം കണ്ടെത്താതിരിക്കാനുള്ള ഇസ്രായേലിൻ്റെ തന്ത്രമാണോ? നേരത്തെ ശ്രീ ബൈജു ഒക്കെ വിശേഷിപ്പിച്ചതുപോലെ വളരെ നയതന്ത്രജ്ഞതയുള്ള ഒരു നേതാവിൻ്റെ ടാക്ടിക്സ് ആണോ എന്നൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ടി വരും. ഇല്ല, അവിടെ ഒരു പ്രത്യേകത ഈ ഒരു ചർച്ചയിൽ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് ക്ലിയർ ആകും. കാരണം ട്രംപ് പറഞ്ഞത് 2015 ഒബാമ എൻറ്റർ ചെയ്ത പോലെ JCPOയ്ക്ക് സിമിലർ ആയിട്ടൊരു അഗ്രിമെന്റ് എൻറ്റർ ചെയ്യാം, പക്ഷെ സാങ്ഷൻസ് നീക്കണമെങ്കിൽ 4 കാര്യങ്ങൾ അഗ്രി ചെയ്യണമെന്ന് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു. അതിൽ ഒന്നാണ് യുറേനിയം എൻറിച്ച്മെന്റ് പ്രോഗ്രാം കംപ്ലീറ്റ്ലി റോൾ ബാക്ക് ചെയ്യണം. ബലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാനുള്ള അവകാശം വേണം. പിന്നെ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ഓഡിറ്റുകളൊന്നും വ്യക്തമായിട്ട് നടന്നില്ല.
അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുള്ള എൻറിച്ച്മെന്റ് പ്ലാന്റുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഏത് സമയത്തും ഞങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം വേണം. കൂടാതെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന മിലീഷ്യാസിനെ ഒന്നും ഒരു രീതിയിലും ഇതുകൊണ്ട് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ഉറപ്പും വേണം. ഈ 4 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞാണ്. അതുകൊണ്ടാണല്ലോ ഇറാൻ ഇത്രയും നീട്ടിക്കൊണ്ട് പോയത്. അവർക്ക് താല്പര്യമില്ലായിരുന്നു സൈൻ ചെയ്യാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും തുടക്കം മുതലേ അമേരിക്കയുടെ പിൻബലം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാനും സാധിക്കും. അതാണ് സാഹചര്യം. ശ്രീ ബൈജു തുറ്റാല അതിന് മറുപടി പറയണം. ഒപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് അതിനുള്ള മറുപടി ശ്രീജിത്ത് പറയുകയും ചെയ്തിരുന്നു. പൂർണ്ണമായും അങ്ങനെ ഇറാനെ നമുക്കങ്ങനെ ന്യായീകരിക്കാവുന്ന ഒരു രാജ്യമല്ല. അവരുടെ ലക്ഷ്യങ്ങൾ പലതാണ്. അവരുടെ പ്രത്യക്ഷമായ പല പ്രഖ്യാപനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായ സാഹചര്യമൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അമേരിക്കയെ പോലെ രാജ്യത്തിന്, ഇസ്രായേലിനെ പോലെ രാജ്യത്തിന് അവരുടെ കൂടി സുരക്ഷിതത്വം, അവരുടെ വിഷയങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനൊക്കെ അനിവാര്യമായ ഒന്ന് എന്നതിനപ്പുറം മറ്റൊന്നും അവർ ചിന്തിക്കുന്നതുമില്ല ഈ ആക്രമണത്തെ. രഞ്ജിത്തെ, ഞാൻ ഇറാന്റെ വക്കീലൊന്നുമല്ല. ഞാൻ ഇറാൻ ശ്രീജിത്ത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിൽ നമ്മൾ എടുക്കുന്ന അതായത് ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ ദ ഡ്യൂ പ്രോസസ്. അതായത് ഇപ്പോ ഈ മീഡിയേഷൻ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് 12-ാം തീയതി. ആ 12-ാം തീയതിയിൽ ഇവർ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഇവർ എഗ്രി ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാതെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോ അവർ പറയുന്നു ഞങ്ങൾ വി ആർ റെഡി. 2015 ഒബാമ എൻട്രി ചെയ്ത ഈ ട്രീറ്റിയിൽ നിന്ന് ഒഴിവായത് ട്രംപാണ്. അത് കഴിഞ്ഞ് ബൈഡൻ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇവൻ ബ്രിട്ടനിൽ പോലും ഈ ഇറാന്റെ ലീഡേഴ്സ് ബ്രിട്ടനിൽ പോലും വന്ന്, അന്ന് ജെയിംസ് ഫ്ലവറിലാന്ന് തോന്നുന്നു ഇവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ, അദ്ദേഹവുമായി സംസാരിക്കുന്നു. ഇവർ ഇതിൽ എഗ്രി തയ്യാറാകുന്നു. ഇവർ പറയുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ സാങ്ഷൻസ് എടുത്ത് കളയുക, ഞങ്ങൾക്ക് ന്യൂക്ലിയർ വേണ്ട. ഇത് നാളെ ചർച്ച നടക്കുമ്പോൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ കയറി അടിച്ചാൽ നമുക്ക് അത് ഡ്യൂ പ്രോസസ് ഫോളോ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. 2 ശ്രീജിത്ത് പറഞ്ഞത് 35 വോട്ടേഴ്സ് ഉണ്ട്, അതിൽ 3 പേര് എതിർത്ത് വോട്ട് ചെയ്തു എന്നാണ്. ശ്രീജിത്തെ 19 പേര് അബ്സ്റ്റൈൻഡ് ആയിരുന്നു. ശ്രീജിത്തെ, നമ്മളിനി 3 പേര് ഇല്ല, 3 പേര് ഇത് എതിർത്ത് ഇതിനെതിരായില്ലേ? 11 പേര് അബ്സ്റ്റൈൻ ചെയ്തു. അപ്പോ നമ്മൾ ഈ 3 പേര് ഇതിനെ എതിർത്തു. അപ്പൊ ഈ 11 പേര് അബ്സ്റ്റൻഷനിൽ നിൽക്കുകയാണ്. അപ്പൊ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അതായത് എന്തോ അതേ രീതിയിൽ നിൽക്കുമ്പോൾ, നെഗോഷിയേഷൻ നടക്കാനിരിക്കുമ്പോൾ എങ്ങനെയാണ് നെഗോഷിയേഷൻ നടക്കുന്നതിന് മുമ്പേ കയറി അടിക്കുന്നത്? എന്റെ ഒരു റീഡിങ് ഇത് തന്നെയാണ്. ഈ നെഗോഷിയേഷൻ മുമ്പോട്ട് പോകാതിരിക്കാൻ കൃത്യമായി ഞാൻ കുറച്ചും പറഞ്ഞ പോലെ മാനിപ്പുലേറ്റ് ചെയ്ത അടിയാണ്. അതായത് ഒരു പക്ഷേ അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി, അവസരമോ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക ഈ സ്റ്റെപ്പ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഈ സ്റ്റെപ്പ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ നെഗോഷിയേഷൻ നടക്കുന്നു. നെഗോഷിയേഷൻ ഇപ്പം ഈ 4 ടേം അവർ എഗ്രി ചെയ്യാൻ തയ്യാറാണോ അല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. അത് അവർ പറയുന്നത് ഞങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നതിന് മുമ്പേ കയറി അടിക്കുന്നതിനെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ നമ്മൾ ന്യായീകരിക്കുന്നത്? 2 ഇപ്പൊ 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും പുതിയ മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അമേരിക്ക ഇറങ്ങി എന്ന് പറയുന്നു. ഇതൊരു പക്ഷേ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം മൂക്കും മറ്റും നമ്മുടെ നാട്ടിൽ ചെല്ലോട്ടല്ലോ, മുട്ടോളം പറഞ്ഞ പിന്നെ കുളിരില്ലെന്ന് പറഞ്ഞ പോലെ അവരേതാണ്ട് കംപ്ലീറ്റ് എല്ലാ മേഖലയും തല്ലിപിടിക്കാൻ നിൽക്കുകയാണ്. ഇനി അവരുടെ മുമ്പിൽ ഇത് ഡെവലപ്പ് ചെയ്യുകയാണ്, അല്ലാതെ എന്ത് മാർഗം? അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് കാരണക്കാരാരാണ്? ഈ വിഷയം അതിന് കാരണം ഉണ്ടായാൽ തന്നെ ഇതിന്റെ വേൾഡ് ഇമ്പാക്ട് എന്താണ്? ആ കാരണം ഉണ്ടായത് ഇവർ ഈ കയറി അടിച്ചോണ്ടല്ലേ? ഈ നെഗോഷിയേഷൻ നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് കയറി അടിച്ചോണ്ടല്ലേ? അത് അടിച്ചില്ലായിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് ഇപ്പം മറ്റ് ഈ വെസ്റ്റേൺ മീഡിയയിൽ കൃത്യമായി കാണുന്നത് ഈ നെഗോഷിയേഷൻ കഴിഞ്ഞിട്ട് ഇവര് ടേബിളിൽ വന്നില്ല എന്നുള്ള ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതായത് എന്റെയൊക്കെ ആർഗ്യുമെന്റ് തന്നെ തിരിഞ്ഞു പോയത്. നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ എൻഡോഴ്സ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ മറ്റൊരു കാര്യം, പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഈ ഇസ്രായേലിന്റെ അംബാസിഡർ BBC-ക്ക് കൊടുത്ത ഇന്റർവ്യൂവില് BBC-യുടെ ഇന്റർവ്യൂവർ ഈ അംബാസിഡറോട് ചോദിക്കുന്നു, യു ഓൾവേസ് ക്ലെയിം ദാറ്റ് there are evidence. Can you put something to the people? Can you put something to any external agency? ഏതെങ്കിലും ഒരു ഏജൻസിക്ക് മുമ്പിൽ നിങ്ങൾക്ക് ഇടാവുക എന്താണ് ഈ തെളിവ്?
ഈ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ തെളിവ് കാണണ്ടേ? ഇത് എന്നെ നമ്മളെന്നും കൺവിൻസ് ചെയ്യണ്ട, ഒരു ഏജൻസിയെയും കൺവിൻസ് ചെയ്യണ്ടേ? നിങ്ങൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ സമ്മതിക്കുന്നു, അവിടെ അവർ ബ്രീച്ച് ചെയ്തിട്ടുണ്ട്, അത് നോൺ കംപ്ലയൻസ് ആണ്, അഥവാ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ we are on a negotiation to settle that. Then before even you come to the table, then you attack. പിന്നെ എന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്, ഇറാൻ ഒരു കാരണവശാലും അമേരിക്കയിൽ അടിക്കാൻ പോകുന്നില്ല. ഇറാൻ അടിക്കാൻ പോകുന്നത്, ഇറാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കും. മധ്യപൂർവ്വ ദേശത്തെ റൈസിംഗ് ലൈനായി തുടരുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആഗ്രഹമാണ്. അതങ്ങനെ സംഭവിക്കുകയും ചെയ്യും സാഹചര്യത്തിൽ. ഒപ്പം ഇറാൻ US ശത്രുപക്ഷത്ത് തുടരുക എന്നുള്ളതും അവരുടെ ആഗ്രഹമാണ്. അതൊക്കെ ചേർത്ത് വെക്കുമ്പോഴാണ് ഈ വിഷയങ്ങളുമായി ചേർത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത്. അത്ര അമേരിക്കയെ ഇതിലേക്ക് ഇസ്രായേൽ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലപ്പോഴൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഒറ്റയ്ക്കടിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഒറ്റയ്ക്ക് ആണവ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള ആയുധബലമില്ല ഇസ്രായേലിന്. അതുകൂടി ഇതിനൊപ്പം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള അവർക്ക് ലഭിച്ച ഗുണം. തീർച്ചയായിട്ടും നോക്കൂ, ഈ റീജിയണൽ പവർ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ജിയോ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമാണ്. ചില രാജ്യങ്ങൾ വളരെ ന്യൂട്രലായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കും, ചില രാജ്യങ്ങൾ പവർ അസേർപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കും. അങ്ങനെ പവർ അസേർപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വളരെ അഗ്രസീവായിട്ടുള്ള പോളിസിയുള്ള ഒരു രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇസ്രായേൽ എല്ലായ്പ്പോഴും അവരോട് സൗഹൃദം നിലനിർത്തുന്ന രാജ്യങ്ങളോട് അതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുകയും, എന്നാൽ ഏതെങ്കിലും തരത്തിൽ അവരോട് വിരോധമുണ്ടാകുന്ന, പ്രത്യേകിച്ച് അവർക്കെതിരെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരെ ഡിപ്ലോമാറ്റിക് അല്ലാതെ മറ്റ് രീതിയിലത്തേക്കുള്ള നടപടി എടുക്കുന്നതിനും ഒരു മടിയും അവർ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയൊരു രാജ്യമായിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അതിശക്തമായിട്ടുള്ള ഒരു കൗണ്ടർ ഇന്റലിജൻസ് ഡിവിഷനൊക്കെ തന്നെ അവർക്കുള്ളത്. അവരേറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ആംസിന്റെ ഡെവലപ്മെന്റിലാണ്, ആംസിന്റെ ട്രേഡിലാണ്. അതിനൊക്കെ അവർ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ അത്രത്തോളം റെസല്യൂട്ട് ആയിട്ടുള്ള ഒരു ജനതയാണ്. അതിപ്പോൾ ഭരണത്തിൽ ആര് വന്നാലും ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും അവർ ആ രീതിയിൽ വലിയ വിട്ടുവീഴ്ചയൊന്നും തന്നെ പൊതുവെ ചെയ്യാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. രണ്ട്, ഇതിൽ ശ്രീ ബൈജു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഡ്യൂ പ്രോസസ്സാണ്. ഡ്യൂ പ്രോസസ്സിനെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഡ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല. ഡ്യൂ പ്രോസസ്സ് അമേരിക്ക ഫോളോ ചെയ്യണമെന്നോ ഡ്യൂ പ്രോസസ്സ് ഇസ്രായേൽ ഫോളോ ചെയ്യണമോ എന്ന് പറയുന്നത് പോലെ തന്നെ ഡ്യൂ പ്രോസസ്സ് ഫോളോ ചെയ്യാനുള്ള എല്ലാവിധ നിയമപരമായ ബാധ്യതയുമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നിരന്തരമായിട്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാൻ നോൺ കംപ്ലൈന്റ് ആണ് എന്ന് ടേം ചെയ്യുന്നത് ഇപ്പോഴാണ്. പക്ഷേ നോൺ കംപ്ലൈന്റ് ആണ് എന്ന് ഇറാനെ അവർ ക്ലാസിഫൈ ചെയ്യുന്നതിന് മുമ്പ് 8 വർഷത്തോളം നീണ്ട ഒരു പ്രയത്നം അതിലുണ്ട്. അത് ശ്രീ ബൈജു മറന്നു പോകാൻ പാടില്ല. ഇവർക്ക് വേണമെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് 2021 മുതൽ 2023 വരെയുള്ള 2 വർഷ കാലയളവിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് ഈ നോൺ കംപ്ലയൻസ് അടിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഒരു വൺ വേ ട്രാഫിക്കിന് പോകാതെ അവർ നിങ്ങൾ വരൂ, നിങ്ങളുടെ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യൂ എന്ന് പറഞ്ഞു. കാരണം ഈ 2021 23 ഇടയ്ക്കുള്ള 2 വർഷങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇൻസ്പെക്ഷന് വേണ്ടി ഇത് തുറന്നു തരുന്നില്ല, അൺഡിക്ലെയർഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിങ്ങൾ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തുന്നുണ്ട്, നിങ്ങൾ എൻറിച്ച് യുറേനിയത്തിന്റെ ആ പ്യൂരിറ്റി എന്ന് പറയുന്നതിനെ നിങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ട് പോവുകയാണ്, നിങ്ങൾ റാപ്പിഡായിട്ട് ഇത് വർദ്ധിപ്പിക്കുകയാണെന്ന് ഞങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ഓഫീസേഴ്സിനെ ഈ ട്രീറ്റി അനുസരിച്ചിട്ടുള്ള ആക്സസ് ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2021 23 ഇടയ്ക്ക് എത്ര തവണയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിങ്ങൾ ഈ ഡ്യൂ പ്രോസസ് കംപ്ലൈ ചെയ്യൂ എന്ന് ഇറാനോട് പറഞ്ഞിരിക്കുന്നത്? ഇറാൻ ഒരു തവണ ചെയ്തോ? ഞാൻ ശ്രീ ബൈജുവിനോട് ചോദിക്കുന്നത്, വൺ സിംഗിൾ ടൈം, ഒരു തവണ അവരത് ചെയ്തോ? ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ ഡ്യൂ പ്രോസസ് അല്ല. ബിഫോർ യു അറ്റാക്ക് എ കൺട്രി. എക്സാക്ട്ലി മൈ പോയിന്റ്. അല്ല, ഞാൻ അടുത്തത് പറയുമ്പോൾ താങ്കൾക്ക് അത് മനസ്സിലാകും. അതായത് ഡ്യൂ പ്രോസസ്സ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി കംപ്ലൈ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ സിറ്റുവേഷനിലേക്ക് വരില്ലായിരുന്നു. അതായത് ഇതാണ് ഞങ്ങളുടെ ആണവോർജ്ജത്തിന്റെ കേപ്പബിലിറ്റി, ഇന്ന സൈറ്റുകളാണ്, ഞങ്ങൾ ആക്സസ് ബ്ലോക്ക് ചെയ്യില്ല, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇസ്രയേലിനും പ്രശ്നമുണ്ടാകുമായിരുന്നില്ല, അമേരിക്കയ്ക്കും പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഏത് തരത്തിലുള്ള ഇറാനെയാണ് കാണുന്നത്? ഇന്റർനാഷണൽ ട്രീറ്റുകളെ ബ്രീച്ച് ചെയ്തുകൊണ്ട് അവർക്കുള്ള നിരന്തരമായിട്ടുള്ള വാർണിംഗ്സിന് യാതൊരു വിധത്തിലുള്ള പരിഗണനയും നൽകാതെ എൻറിച്ച്മെന്റ് രഹസ്യമായി നടത്തിക്കൊണ്ട് ആ റീജിയനിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇറാനെയാണ് കാണുന്നത്. ആ ഇറാനെയാണ് താങ്കൾ ഈ പറയുന്നത് അന്നത്തെ ഡ്യൂ പ്രോസസ്സ് മറന്നോട്ടെ, നമുക്ക് ഇപ്പോഴത്തെ ഡ്യൂ പ്രോസസ്സ് ഫോളോ ചെയ്യാമെന്ന്. ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് അവിടെ ഉണ്ട്. ഈ മറ്റു പലരായി ഇപ്പൊ ജോർഡാൻ ഇല്ലാത്തതുപോലെ അല്ലെങ്കിൽ അവിടെ സിറിയക്ക് ഇല്ലാത്തതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് അവിടെ ഉണ്ട്. രണ്ട്, ഈ ഡ്യൂ പ്രോസസ്സ് മാത്രമല്ല വൺ വേ, നെഗോസിയേഷൻ എന്ന് പറയുന്നതും വൺ വേ ആണ്. അതായത് ഇതിന്റെ ഓരോ മാർഗത്തിലും
ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഭരണകൂടമുള്ള ഒരു സോവറിൻ സ്റ്റേറ്റ് ആണല്ലോ, നമുക്കതറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു സോവറിൻ സ്റ്റേറ്റിനോട് ഇതാണ് നിങ്ങൾ ഒപ്പിട്ടിരിക്കുന്ന NPT, ഇതാണ് നിങ്ങൾ IAEA പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട നെഗോസിയേഷനുകൾക്ക് ഞങ്ങളുടെ പ്രോസസ്സിന് മുന്നിലേക്ക് നിങ്ങൾ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർഡർ അല്ല, മറിച്ച് നിങ്ങൾ നിയമപരമായി കംപ്ലൈ ചെയ്യേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിറവേറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്യേണ്ടുന്ന ഒബ്ലിഗേഷൻ ഞാൻ ചെയ്യാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, എൻ്റെ അടുത്ത് പോലീസ് വന്നിട്ട്, നമ്മുടെ നാട്ടിൽ പോലീസ് വന്നിട്ട് പറയാണ് ശ്രീജിത്ത് പണിക്കർ അടുത്ത ദിവസം വരണം ചോദ്യം ചെയ്യാനാണ്, ഞാൻ പോകുന്നില്ലെന്നേ. ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ പേരിൽ എന്നെ പോലീസ് വിളിച്ചതിന് ശേഷം ഞാൻ ആ ക്രിമിനൽ ആക്ടിവിറ്റി രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസിന് സംശയിക്കാൻ മതിയായ കാരണമുണ്ട്. പോലീസ് എന്നെ എത്ര തവണ വിളിച്ചാലും ഞാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യും? പോലീസ് വന്നിട്ട് എൻ്റെ വീട് സ്റ്റോം ചെയ്യണമെങ്കിൽ സ്റ്റോം ചെയ്തിട്ട് എന്നെ പിടിച്ചോണ്ട് പോകും. ആ സമയത്ത് അയ്യോ നെഗോസിയേഷൻ ആകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാർഗവും സമയവും ഉണ്ടായിരുന്നു. അതിനെ മാനിക്കാതിരുന്നത് ഇറാനാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു 2018 JCPOAയിൽ നിന്ന് അമേരിക്ക ഇറങ്ങിപ്പോയി. അമേരിക്ക കേവലം ഇറാനോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള താല്പര്യം കൊണ്ടോ ഇറങ്ങിപ്പോയതല്ല. അവിടെ മറ്റു രാജ്യങ്ങളുണ്ട്, UK-യും ഫ്രാൻസും റഷ്യയും ജർമ്മനിയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവിടെയുണ്ട്. അമേരിക്കയുടെ 3 പ്രധാനപ്പെട്ട കൺസേൺസ് ഉണ്ടായിരുന്നു. ആ കൺസേൺസിന് ഇറാന് മറുപടി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഒന്ന്, ഇത് കറക്റ്റായിട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന JCPOA എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ അതിലുണ്ടായിരുന്ന ട്രംപിന്റെ ഒന്നാമത്തെ ചോദ്യം, ഒബാമ ഉണ്ടാക്കിയ കരാറാണല്ലോ, ട്രംപിന്റെ ഒന്നാമത്തെ ചോദ്യം, ഈ പദ്ധതി പ്രകാരം നിങ്ങൾ ഈ ഇറാൻ ഉണ്ടാക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഒരു അപ്പർ ക്യാപ്പ് വെച്ചിട്ടുണ്ടോ? എത്ര ബാലിസ്റ്റിക് മിസൈൽസ്, കൺട്രോൾഡ് ആണല്ലോ ഇതിന്റെ പ്രൊഡക്ഷൻ, എത്ര ബാലിസ്റ്റിക് മിസൈൽ അവർക്ക് ഉണ്ടാക്കാം എന്നതുമായി ബന്ധപ്പെട്ടോ ഏത് കാലയളവിനുള്ളിൽ എത്ര എണ്ണം എന്നതിനെ പറ്റി എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? ഒരു മെമ്പർ കൺട്രിക്കും ക്ലാരിറ്റി ഇല്ല, ഇറാനുമില്ല. ഒന്ന്. രണ്ട്, ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ ആണവോർജ്ജത്തിന് വേണ്ടിയിട്ടെന്നല്ല, ആണവായുധത്തിന് വേണ്ടിയിട്ടുള്ള ഇറാന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അംബീഷൻസിനെ ഏതെങ്കിലും രീതിയിൽ ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ടോ, പെർമനന്റ് ആയിട്ട് പ്രിവെന്റ് ചെയ്യുന്നുണ്ടോ? അതോ നമ്മൾ ഈ ബാലിസ്റ്റിക് മിസൈലിനെ കൺട്രോൾഡ് ആയിട്ട് ഉണ്ടാക്കാൻ അവരെ അനുവദിച്ച് ഇവഞ്ച്വലി അവർ ന്യൂക്ലിയർ വാർഹെഡ്സ് സ്വന്തം നിലയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുമോ? മറുപടി ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഇറാനെ സംശയിക്കുന്നതിന് മതിയായ കാരണം ഈ മേഖലയിലുള്ള ഇറാന്റെ ഇടപെടലാണ് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് 4 രാജ്യങ്ങളെ പറഞ്ഞു, സിറിയ, ഇറാഖ്, യമൻ, ലെബനോൺ. ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാന്റെ താല്പര്യം, ഈ രാജ്യങ്ങളിലെ അവരുടെ പ്രവർത്തനം, ഇത് വെറുതെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത്. അത് ബൈജു തെറ്റാലെ മറുപടി പറയും. ശ്രീ അരുൺ ലക്ഷ്മൺ, ഇവിടെ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഈ ഹോർമുസ് കടലിടുക്ക് നമ്മൾ പറഞ്ഞ പോലെ അത് ഇറാൻ അടയ്ക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് എന്ത് പ്രത്യാഘാതമായ മേഖലയിൽ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്കറിയാം. പെൻറ്റഗന്റെ പുതിയ റിപ്പോർട്ട് വരുന്നത് ഓപ്പറേഷൻ ഹാമർ മിഡ്നൈറ്റ് എന്ന ആ ഓപ്പറേഷനിൽ വലിയ നാശനഷ്ടമുണ്ടാക്കി. പക്ഷേ ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല കേട്ടോ. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് അവരുടെ പുതിയ വേർഷൻ. അല്ല, ഇന്നലെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനെ കുറിച്ച് ശേഷം പ്രസിഡന്റ് ട്രംപ് തന്നെ പറഞ്ഞിരുന്നല്ലോ, വി ഹാവ് ഡൺ ദ ഡാമേജ്, അതൊരു പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും. ഞാൻ കണ്ടില്ല അത് പെൻറ്റഗണിൻ്റെ പുതിയ റിപ്പോർട്ട്. ഫോർദോ പ്ലാന്റിന് കൃത്യമായിട്ടും MOP ഉപയോഗിച്ച് അവർ തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പം രണ്ടാമത് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തണം. ഹോർമുസ് കടലിടുക്ക് പിന്നെ നേരത്തെ ടെഹ്റാൻ പാർലമെൻറ്റ് അല്ലെങ്കിൽ ഇറാനിയൻ പാർലമെൻറ്റ് അതടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വെറ്റ് ചെയ്തോന്ന് എനിക്കറിയില്ല. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇറാൻ കൂടെ വെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തീരുമാനമായി. ഓക്കെ. അപ്പം അതായി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഓയിൽ മൂവ്മെൻറ്റിനെ കുറിച്ച് എന്തായിരിക്കും വരാൻ പോകുന്നുള്ളത് ഒരു ഫ്യൂച്ചർ ഡേയ്സിൽ അറിയേണ്ടി വരും, എങ്ങനെയായിരിക്കും ഉള്ളത്. പിന്നെ എന്ത് തന്നെയാലും പിന്നെ ഇറാൻ ഈ ട്രീറ്റിയിൽ അല്ലെങ്കിൽ ഇറാനിൽ പോകുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇറാൻ എന്നുള്ളൊരു രാജ്യമായിരുന്നു നേരത്തെ പ്രോക്സികൾ ഉപയോഗിച്ചിട്ട് ഹൗത്തീസിനെയും അല്ലെങ്കിൽ പിന്നെ ഹെസ്ബുള്ളനെയും അതുപോലെ ഹമാസിനെ ഉപയോഗിച്ചിട്ട് ഇസ്രായേലിൽ നടക്കിയ മറ്റ് ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. October 7 തന്നെ നമ്മുടെ കൺമുമ്പിലുണ്ട് October 7 എന്തായിരുന്നു എന്ന്. അതിന് ശേഷമുള്ള ഒരുപാട് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ വേണം ഗസയിലൊക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷേ October 7 ഒരു വീഡിയോ, അന്നത്തെ നടന്ന ഒരു വീഡിയോ കണ്ട ഒരു ജേർണലിസ്റ്റാണ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ മീഡിയനെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വന്ന ടെററിസ്റ്റുകളുടെ ശരീരത്തിലുണ്ടായിരുന്ന ക്യാമറ, ആ ക്യാമറ ഉപയോഗിച്ചിട്ട് ഹാൻഡ്ലേഴ്സിന് പുറത്ത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ ക്യാമറ അവരുടെ ബോഡിയിലുണ്ടായിരുന്നത്. അവരെ സ്ലെയിൻ ചെയ്തതിന് ശേഷം ഈ സാധനം മുഴുവൻ കമ്പൈൽ ചെയ്തിട്ട് ഇൻ്റർനാഷണൽ മീഡിയക്ക് മാത്രമല്ല US-നും അവർ കൊടുത്ത ഡോക്യുമെൻ്റ് അത് ഞങ്ങളെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. വിത്തൗട്ട് ഫോൺ നമുക്ക് കാണുക, കേൾക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഒരു സാധനം റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു ടെറിബിളായിട്ടുള്ളൊരു സിറ്റുവേഷൻ, അത് കാണാൻ പറ്റാത്തൊരു രീതിയിലുള്ള ക്രൂരതയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹമാസായിരുന്നു ചെയ്തത്. ആ ഹമാസിനെ പ്രൊട്ടക്റ്റ് ചെയ്തതെന്നും ഹമാസിൻ്റെ ലീഡർഷിപ്പ് എവിടെയൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നതെന്നും എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു. അപ്പം അതുപോലെ തന്നെ അന്ന്
സിമിലർലി ആയിരുന്നു ഹിസ്ബുള്ള ഇൻ ലെബനോൺ, അപ്പോൾ അതുപോലെ ഹൗത്തീസ് ഇൻ യമൻ. അപ്പോൾ ഈ 3 എച്ചിനെയും സപ്പോർട്ട് ചെയ്തത് ഇറാനായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കൺട്രിക്ക് സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ നാളെ ഒരു 83.7% എൻറിച്ച്ഡ് ആയെന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ IAEA പറഞ്ഞിട്ടുണ്ട്, ഇപ്പം റിലയബിൾ സോഴ്സസ്. അപ്പോൾ ആ ഒരു സാധനം ഒരു 90% ആയി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ U-235 ആയി, ന്യൂക്ലിയർ ബോംബായി. അപ്പോൾ അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഡെത്ത് ടു അമേരിക്ക നേരത്തെ മുതലേ പറയുകയാണ്, അവരുടെ എല്ലാ വാർ ക്രൈസിലും അതുണ്ട്. ഡെത്ത് ടു ഇസ്രായേൽ, അല്ലെങ്കിൽ വൈപ്പ് ഔട്ട് ഇസ്രായേൽ ഫ്രം ദി കോണ്ടിനെൻറ്റ്, അല്ലെങ്കിൽ മാപ്പൊന്നും ഇസ്രായേൽ ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അതുപോലെ എത്രയോ ഇരട്ടി തിരിച്ചടി ഇപ്പോൾ പലസ്തീനിൽ ഹമാസിന് പ്രത്യേകിച്ച് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ഏതാണ്ട് എല്ലാ പ്രധാന നേതാക്കളും വധിക്കപ്പെട്ടു. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണോ അവരെയൊക്കെ അവർ ടാർഗറ്റ് ചെയ്ത് വളരെ കൃത്യമായി തന്നെ ഹിസ്ബുള്ളയ്ക്ക് സംഭവിച്ചത് നമുക്കറിയാം. ഏത് തരത്തിലാണ് അവരുടെ കേന്ദ്രത്തിൽ കയറി അടിച്ചത് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഇറാൻ വരെ അങ്ങനെ കൃത്യമായി അവർ അത് നടപ്പിലാക്കാനുള്ള ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അല്ല, കഴിഞ്ഞ ദിവസം ഇന്നലെ മെനഞ്ഞാന്നോ നെഫാലി ബെന്നറ്റ്, പഴയ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. നെഫാലി ബെന്നറ്റ് ഇപ്പം പ്രതിപക്ഷത്താണ്. നെഫാലി ബെന്നറ്റിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ കൺട്രീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൺട്രി അറ്റ് വാറാണ്. ഇപ്പം 2 ലക്ഷത്തോളം ഇസ്രായേലീസ് അക്രോസ് ദി ഗ്ലോബ് അവർ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ കൺട്രീൻ്റെ റെസൈലൻസ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺട്രിക്ക് സ്വാഭാവികമായിട്ടും നേരത്തെ ഇവിടെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഒരു ഭരണകൂടം മാറുന്നതോ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ടോ ഒന്നുമല്ല. അവരുടെ ഒരു പോളിസിയാണ്. ആ പോളിസി അഗ്രസീവ് പോളിസിയാണ്. ആ പോളിസിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്യും, അത് നടപ്പിലാക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. അവരുടെ എക്സിസ്റ്റൻസിൽ എന്താണ് പറയുക, അവരുടെ ത്രെറ്റ്സ് അവർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമല്ല, എല്ലാ രാജ്യവും ചെയ്യുമല്ലോ. പിന്നെ അമേരിക്ക വേറൊരു ഡിപ്ലോമസി ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അസീഫ് മുനീറിനെ, പാകിസ്ഥാൻ്റെ ആർമി ചീഫിനെ ഒരു ഡിന്നർ ഡിപ്ലോമസിയിൽ വൈറ്റ് ഹൗസ് കൊണ്ടുവരുന്നത്. അതൊരു, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഇറാനെ ഇന്ന് ആക്രമിച്ചതിൻ്റെ ശേഷം അതൊരു അമേരിക്കൻ്റെ ഒരു പ്ലോയി ആയിരിക്കും. അല്ല, അത് പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അപലപിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്ററാണ്. ഫോറിൻ മിനിസ്റ്ററോ അല്ലെങ്കിൽ ഷാഖ്ദർ, അദ്ദേഹം ഇപ്പോഴും പ്രൈം മിനിസ്റ്ററും ഫോറിൻ മിനിസ്റ്റർ ഷാഖ്ദറാണ് എനിക്ക് തോന്നുന്നു അപലപിച്ചിട്ടുള്ളത്. പക്ഷേ അതേ സമയത്ത് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഒന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് അമേരിക്കൻ്റെ പോളിസി അല്ലെങ്കിൽ ട്രംപിൻ്റെ ഇത് ക്ലീൻ ആയിരുന്നു. അതായത് പാകിസ്ഥാനിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ് ആസിഫ് മുനീറാണ്, എല്ലാവർക്കും അറിയാതെ. ഫീൽഡ് മാർഷലിന് സ്വയം അവരോധിച്ചു. അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി വൈറ്റ് ഹൗസ് കൊണ്ടുപോയത്. മേ ബി അമേരിക്ക പറഞ്ഞിട്ടുണ്ടാവാം, ഇനിയൊരു വേറൊരു ഇസ്ലാമിക് നേഷനിൽ ന്യൂക്ലിയർ ബോംബ് വേണ്ടല്ലേ, ന്യൂക്ലിയർ ത്രെറ്റ് ഉണ്ടാവേണ്ട, വേണമെങ്കിൽ ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാവാം. വേണമെങ്കിൽ അമേരിക്കക്ക്, ഞാൻ ചില റിപ്പോർട്ട്സ് വായിച്ചിട്ടുണ്ടായിരുന്നു, അമേരിക്ക വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ ചില സാധനങ്ങൾ ഉപയോഗിക്കാം, ഇങ്ങനത്തെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ടും അങ്ങനെ സാധ്യതയുണ്ട്. പിന്നെ നാളത്തെ ഈ എന്താ പറയുക, ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അക്രാച്ചി അദ്ദേഹം പോകുന്നുണ്ട് മോസ്കോയിൽ. ആ മീറ്റിംഗ് എങ്ങനെ ഉരുത്തിരിഞ്ഞു വരും നമുക്ക് നോക്കാം, പുടിനുമായിട്ടുള്ള മീറ്റിംഗ്. ശ്രീ ബൈത്തുട്ടാൽ, അതാണ് ഈ പുടിനെ കാണാൻ ഫോറിൻ മിനിസ്റ്റർ പോകുന്നു, സംസാരിക്കുന്നു. പുടിനും ഒക്കെ ഈ ലോകരാജ്യങ്ങളൊക്കെ പല രാജ്യങ്ങളും അപലപിച്ചു ഈ ആക്രമണത്തെ. അറബ് രാജ്യങ്ങളും പലരും അപലപിച്ചതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇത്തരം മീറ്റിങ്ങുകൾ കൊണ്ട്, ഇത്തരം കൂടിക്കാഴ്ചകൾക്കപ്പുറം റഷ്യയ്ക്കോ ചൈനയ്ക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുമെന്നും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ സാധിക്കുമെന്നും ഡയറക്റ്റായിട്ട് അവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാനാവില്ലല്ലോ. അത് പ്രതീക്ഷിക്കാനാവില്ല എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാൻ മേലാന്നില്ലല്ലോ രഞ്ജിത്തെ. അപ്പോ നമ്മൾ ഈ ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ ഈ യുക്രൈന്റെ വിഷയം മാത്രം നോക്കിയാൽ മതി. യുക്രൈന്റെ വിഷയത്തിൽ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് ട്രംപ് പറഞ്ഞ ഡേറ്റിൽ അയാൾ വന്നു പോലുമില്ല പുടിൻ. അവിടെ അദ്ദേഹം ട്രംപിനെ അറ്റാക്ക് ചെയ്യാൻ പുടിനെ അറ്റാക്ക് ചെയ്യാൻ പോയില്ലല്ലോ. അത് എവിടെ എത്തിയത്? അത് എങ്ങും എത്താൻ നിൽക്കുകയാണ്. അപ്പോ അതല്ല, ഇപ്പൊ ട്രംപ് ഈ യുദ്ധം അങ്ങ് നിർത്തിയിട്ടേ അടങ്ങുള്ളൂ, യുക്രൈൻ വാർ അങ്ങ് നിർത്തിയിട്ടേ അടങ്ങുള്ളൂ എന്നങ്ങ് കണ്ടിപ്പായി പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ നടത്തിയ ആക്ഷൻ അവിടെ നടത്തായിരുന്നല്ലോ. അത് ചെയ്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്ര നിസ്സാരമായി കാണരുത്. അതുപോലെ തന്നെ ചൈന കൃത്യമായ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സ്ഥലമാണ് ഇറാൻ. ചൈന വെറുതെ കണ്ണും കെട്ടി നോക്കിയിരിക്കും എന്ന് വിശ്വസിക്കാൻ ഏതായാലും എന്റെ റീഡിങ് എന്നെ കൊണ്ട് അതിന് സമ്മതിക്കുന്നില്ല. മിണ്ടാതിരിക്കുകയല്ലേ, ഇപ്പൊ അത് കയറി അടിക്കുമ്പോൾ മിണ്ടാതിരിക്കും. ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, ഡയറക്റ്റായി ഇറാൻ അമേരിക്കൻ അടിക്കാൻ സാധ്യതയില്ല. ഇറാൻ ഇസ്രായേലിന് തന്നെ അടിച്ചുകൊണ്ടിരിക്കും. അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് എന്റെ ഒരു റീഡിങ്. രണ്ടാമത് ഇനിയിപ്പോ ശ്രീജിത്ത് പറഞ്ഞതിൻ്റെ അകത്ത് എനിക്ക് ഡിസഗ്രിമെന്റ് ഉള്ള എവിടെയെന്നറിയോ, നമ്മൾ ഈ ടോപ്പിക്കിൽ 2018 ഇറങ്ങിപ്പോയ ട്രീറ്റിയിൽ പിന്നീട് വരുന്നു, ചർച്ചകൾ നടക്കുന്നു. ആ 2018 കാര്യം ഇന്നലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നോൺ കംപ്ലൈന്റ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ എവിഡൻസ് ഉണ്ട്. they were not compliant of the treaty. അതിനൊരു സംശയം എനിക്കില്ല. പക്ഷേ ആ കംപ്ലൈന്റ് ഒക്കെ വി ആർ റെഡി ടു
ready to agree with whatever the complaints we are supposed to be compliant എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് വരുമ്പോൾ ആ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നമുക്ക് 2018 മുതൽ ഒരു നോൺ കംപ്ലൈന്റ് ആണോ എന്ന് പറയരുത്. ഒരു നെഗോഷിയേഷൻ നടക്കുമ്പോൾ, എസ്പെഷ്യലി ബയലാട്ടറൽ രാജ്യങ്ങൾ തമ്മിലുള്ള നെഗോഷിയേഷൻ നടക്കുമ്പോൾ കൃത്യമായി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ചാണല്ലോ നമ്മൾ ടേബിളിൽ എത്തുന്നത്. അപ്പൊ ഓടി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ ഈ ലീഗൽ പ്രൊസീഡിങ്സ് തന്നെ നമ്മൾ നെഗോഷിയേഷന് പോകുമ്പോൾ ഒറ്റയടിക്കങ്ങ് തീരുകയല്ലോ അല്ല, അതിൻ്റെതായ ടൈം എടുത്ത് അതേ അതൊരു പ്രോസസ്സാണല്ലോ, ഒരു ഡ്യൂ പ്രോസസ്സാണല്ലോ. ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ ശ്രീജിത്തിനെ തന്നെ എക്സാമ്പിൾ അങ്ങ് എടുക്കാം. ശ്രീജിത്തിനെ പോലീസ് ഓഫീസർ വന്ന് വിളിക്കുന്നു, ശ്രീജിത്തിനോട് 12 തീയതി രാവിലെ സ്റ്റേഷനിലേക്ക് വന്നേക്കണം, നമുക്ക് നിങ്ങളെ വോളണ്ടറി ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുക. ഇത് പറഞ്ഞ് 10-ാം തീയതി 11-ാം തീയതി വൈകിട്ട് ശ്രീജിത്തിനെ വീട്ടിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യും. 12-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതി അറസ്റ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. 13-ാം തീയതി ശ്രീജിത്ത് പോയില്ല. അപ്പൊ ആ എക്സാമ്പിളിൽ ഉള്ള പ്രശ്നം ഇതാണ്. പോലീസുകാരൻ വന്നു, ശ്രീജിത്ത് ഞാൻ വരാമെന്നും പറഞ്ഞു, പക്ഷെ പറഞ്ഞ ഡേറ്റിന് മുമ്പേ ശ്രീജിത്തിന്റെ വീട്ടിൽ കയറി ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്ത്. അതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതിപ്പോ എന്നെ ആണെങ്കിലും ശ്രീജിത്ത് അംഗീകരിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ ഒരു ഡ്യൂ പ്രോസസ്, നമ്മൾ ഈ ഡ്യൂ പ്രോസസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുമ്പോൾ ഉണ്ടാകേണ്ട ഡ്യൂ പ്രോസസ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇറാഖിലേക്ക് ടോണി ബ്ലെയർ പോയപ്പോൾ ഉണ്ടായ കോൺസിക്വൻസസ്, അതായത് ഡ്യൂ പ്രോസസ് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ ഡ്യൂ പ്രോസസ് ഫോർ ദ ടൈം ബീയിങ്ങിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോട് ഒരിക്കലും കംപ്ലൈ ചെയ്യാത്ത ഒരു രാജ്യം കൂടിയാണ്, അല്ലെങ്കിൽ വിവരങ്ങൾ കൃത്യമായി ധരിപ്പിക്കാത്ത രാജ്യം കൂടിയാണ് എന്നുകൂടി നമ്മൾ പൂർണ്ണമായും ന്യായീകരിക്കുമ്പോൾ ന്യായീകരണമല്ല ഇത്, ഇറാനെ ന്യായീകരിക്കുന്നതല്ല ഇത്. ആ പ്രോസസ് കംപ്ലൈ ചെയ്യാതെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്താണ്. അതായത് നമ്മളൊരു നെഗോഷിയേഷൻ ടേബിളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നെഗോഷിയേഷൻ ടേബിളിലേക്ക് എത്തി നമ്മൾ മീറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുകയാണ്, അതിന് തലേ ദിവസം കയറി അടിക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് ആ നെഗോഷിയേഷൻ പ്രോസസ്സിന് നമുക്ക് എങ്ങനെയാണ് ടേക്ക് ഓൺ, അതിന് നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? സോ യു പീപ്പിൾ ആർ ബുള്ളിങ് മീ ഇൻ ടു ഇറ്റ് ആൻഡ് ഐ ആം റെഡി ടു കം. ഞാൻ വരികയാണ്, നിങ്ങൾ പറഞ്ഞ എഗ്രി ഞാൻ തയ്യാറാണോ ഇല്ലെന്നോ ഈ മീറ്റിംഗ് കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. അപ്പോ കൃത്യമായും നമ്മൾ ഇതിന് മുമ്പത്തെ കാര്യങ്ങൾ 2018 മുതലുള്ള കാര്യങ്ങൾ ഇപ്പോൾ മെറ്റിക്കുലസ് ആയി നമ്മൾ അസസ് ചെയ്തിട്ട് കാര്യമില്ല. ആ സ്റ്റേജ് കഴിഞ്ഞു. വാട്ട് എവർ ദ റീസൺ അമേരിക്ക ലെഫ്റ്റ്, അത് കഴിഞ്ഞ് പിന്നീട് ജോ ബൈഡൻ വരുന്നു, ഹി ബ്രോട്ട് ദാറ്റ് ബാക്ക്. ആ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനിൽ വന്ന് ചർച്ച നടക്കുന്നു. ആ ചർച്ച നടന്ന് വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് കംപ്ലൈൻ ആസ് ഇറ്റ് വാസ് റിക്വയർഡ് ബൈ ദ ട്രീറ്റി. ആ എഗ്രിമെന്റ് തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിന് മുമ്പേ നിങ്ങൾ ഞങ്ങളെ കരയടിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. അവിടെ ന്യൂക്ലിയർ ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ കൊണ്ടുപോയി, അതായത് അവിടെ ഈ നോൺ കംപ്ലൈന്റ് ആണോ എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം അതിന് കൃത്യമായി നമുക്ക് ഡേറ്റ ഉണ്ട്, അതിന് കൃത്യമായ എവിഡൻസുകളുണ്ട്. ഇപ്പോ ഇവിടെ ബ്രിട്ടീഷ് അംബാസിഡർ പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ തെളിവ് തരാൻ പറയുമ്പോൾ അവരുടെ തെളിവില്ല, ഞങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അത് അവരിൽ ഇരുന്നാൽ പോരല്ലോ. ഏതെങ്കിലും ഒരു ഏജൻസി, ആ ഏജൻസിക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിൽ തെളിവ് കൊടുത്തിട്ടാണ് ഇവർ പോകുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ആർഗ്യുമെന്റ് പോലും തിരിഞ്ഞു പോയാൽ. നമ്മൾ ഇതിൽ ഒരു രാജ്യത്തെ കയറി ആക്രമിക്കുമ്പോൾ ചുമ്മാ അങ്ങ് കയറി അടിക്കാൻ പറ്റത്തില്ല. അതിന് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയാണ് എങ്ങനെ ലോകത്ത് മനുഷ്യൻ ജീവിക്കും. ഇപ്പൊ എനിക്കിപ്പം സ്വാഭാവികമായും മൊസാദിന്റെ ഇന്റലിജൻസ് ആയിരിക്കും കൃത്യമായി ഇതിന് പുറകിലുള്ളത്. മൊസാദിന്റെ ഇപ്പൊ നമ്മുടെ സി ഐ നമ്മുടെ റോക്ക് കൃത്യമായ ഇന്റലിജൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു രാജ്യം നമുക്കെതിരെ പ്രവർത്തിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ തോക്ക് എടുത്ത് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അതിന് there are set rules, you have to comply with it. ശരി, ലക്ഷ്മൺ ഈ പറഞ്ഞതുപോലെ ഈ ചർച്ചകൾ കൊണ്ട്, അനുരഞ്ജന ശ്രമങ്ങൾ കൊണ്ട് തീരേണ്ട ഒരു വിഷയമായിരുന്നോ ഇറാനുമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ തർക്കങ്ങളും പ്രശ്നങ്ങളും? അവർ ഈ അമേരിക്കയും ഇസ്രായേലിനെ മറ്റും ശത്രുപക്ഷത്താക്കിയതും മറ്റും അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ എത്രയോ വർഷങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്നുണ്ട്. അതിനോടൊന്നും സന്ധിയില്ലാതെ വന്നപ്പോൾ, അതൊന്നും വിജയം കാണാതെ വന്നപ്പോൾ ആണ് ഈ ആക്രമണം എന്നുള്ള ന്യായീകരണത്തോട് യോജിക്കുന്നുണ്ടോ? എനിക്ക് തീർച്ചയായും യോജിക്കാൻ അല്ല, ഈ ഇറാൻ ഒരു നെഗോഷിയേഷൻ ടേബിളിൽ ഇതുവരെ വന്നില്ലല്ലോ. അതൊരു നെഗോഷിയേഷൻ നടന്നിരുന്നെങ്കിൽ ചിലപ്പം ഇത് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമായിരുന്നു. ഇറാനല്ല, ഇപ്പം ആ 12th സ്ഥാനത്തിന് ശേഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ നേരത്തെ ശ്രീജിത്തും കൂടെ പറഞ്ഞതുപോലെയാണ്, ഈ ഫോർദോ പ്ലാന്റിലെ സഡനായിട്ടുള്ള കുറേ മൂവ്മെൻറ്റ്സ് കണ്ടതുകൊണ്ട് തന്നെയായിരിക്കും ഈ അമേരിക്കൻ്റെ ഈ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്, ഇന്നലെ ഉണ്ടായിരുന്ന അറ്റാക്ക്. സോ പിന്നെ അതിൻ്റെ ഒരു പിറ്റ്ഫോളാണ് ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക വേൾഡ് ട്രേഡിലും. പിന്നെ ചൈനേൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇതിനെ അപലപിച്ചിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടുണ്ട്. പക്ഷേ ചൈന ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇതിൽ പക്ഷം പിടിക്കുക അറ്റാക്കിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാർ ഫ്രണ്ടിലേക്ക് ചൈന വരാൻ ഒരു സാധ്യതയില്ല. പൊതുവേ അവരുടെ ഒരു പോളിസി അങ്ങനെയാണ്, അൺലെസ് ഇറ്റ് ഈസ് വെരി വെരി സീരിയസ്ലി അവരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലെങ്കിൽ. സ്വാഭാവികമായിട്ടും നാളത്തെ റഷ്യൻ പ്രസിഡൻറ്റുമായിട്ടുള്ള ടോക്സ് എങ്ങനെ പോകുന്നു, അതിനുശേഷം എന്താണ് ഇറാനിന് പറയാനുള്ളത് വേൾഡിനോട്. ഇറാൻ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ ഒരു 3 ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെയാണ് ഇറാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധ്യത കൂടുതലുള്ളത്. ഒന്നിക്കൽ അവർ ഇപ്പം നെഗോഷിയേഷൻ ടേബിളിൽ വരും, അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിന് ഒരു ചാൻസസ് കൊടുക്കാം. ശരി നന്ദി ശ്രീ അരുൺ ലക്ഷ്മൺ, ഒപ്പം ശ്രീ ബൈജു തെട്ടാല, ശ്രീ പണിക്കർ, ഒപ്പം ശ്രീ നിർമ്മൽ എബ്രഹാം. പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, ഇറാനെതിരായ അമേരിക്കൻ നീക്കം വൻ ശക്തികളെ 2 ചേരിയിലാക്കുമോ എന്നുള്ളതായിരുന്നു. അതെ എന്ന് 74% ആളുകൾ അഭിപ്രായപ്പെട്ടു, അല്ല എന്ന് 21% ആളുകൾ അഭിപ്രായപ്പെട്ടു. പ്രൈം ഡിബേറ്റ് നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.